ഞാനൊരു ചോദ്യം ചോദിക്കുക. അതായത് ഇവിടെ പാരമ്പര്യ വിശ്വാസികളായിട്ട് എത്ര പേരുണ്ട്? പരമ്പരാഗതമായി വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കരമുയർത്താമോ? ഓക്കെ, കയറും താത്തിക്കോ. വിശ്വാസ പാരമ്പര്യമുള്ള എത്ര പേരുണ്ട്? ഒരു വിശ്വാസ പാരമ്പര്യമുള്ള എത്ര പേരുണ്ട്? അവരും കരമുയർത്താം. ചോദ്യം മനസ്സിലായില്ല അല്ലേ? അതായത് പാരമ്പര്യ വിശ്വാസമുണ്ട്, വിശ്വാസ പാരമ്പര്യമുണ്ട്. ഞാൻ രണ്ട് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും. അപ്പോൾ ഉത്തരം പറയാൻ കുറച്ച് ഈസി ആയിരിക്കും. അതായത് പാരമ്പര്യ വിശ്വാസം എന്ന് പറഞ്ഞാൽ തലമുറ തലമുറ കൈമാറി 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 നമ്മുടെ കയ്യിലെത്തിയ ഒരു വിശ്വാസമാണ് പാരമ്പര്യ വിശ്വാസം. ഇപ്പം എൻ്റെ കയ്യിൽ 1 ഏക്കർ സ്ഥലമുണ്ട്. അത് ആര് തന്നതാണ്? എൻ്റെ അപ്പം തന്നതാണെങ്കിൽ അത് പരമ്പരാഗതമായിട്ട് കിട്ടിയ സംഭവമാണ് അല്ലേ? അതാണ് പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയൊരു വിശ്വാസമുണ്ട്. ഇനി വിശ്വാസ പാരമ്പര്യം എന്നൊരു കാര്യമുണ്ട്. വിശ്വാസ പാരമ്പര്യം അതായത് അപ്പസ്തോലന്മാർ ഒരു കാര്യം വിശ്വസിച്ച് പ്രഘോഷിച്ചു, അതാണ് വിശ്വാസ പാരമ്പര്യം. ഞങ്ങൾ പ്രഘോഷിച്ച പാരമ്പര്യം, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിൻ്റെ പാരമ്പര്യം, അതാണ് വിശ്വാസ പാരമ്പര്യം. ഇപ്പം നിങ്ങൾക്ക് കാര്യം ക്ലിയറായി. അപ്പോൾ ഒന്ന് കരമുയർത്തിക്കോ. പാരമ്പര്യ വിശ്വാസികളൊന്ന് കരമുയർത്തിക്കോ. ഇനി വിശ്വാസ പാരമ്പര്യം ഉള്ളവരൊന്ന് കരമുയർത്തിക്കോ. വിശ്വാസ പാരമ്പര്യം എത്ര പേർക്കുണ്ട്? അപ്പസ്തോലന്മാർ പറഞ്ഞതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ള എത്ര പേരുണ്ട്? ഒത്തിരി പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചേഞ്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഈ പരമ്പരാഗതമായി കൈമാറിയെന്ന വിശ്വാസത്തിനൊരു പ്രശ്നമുണ്ട്. എന്ത് വേണമെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പനപ്പന്മാർക്കുള്ള എന്ത് അറിവ് കുറവും ഇതിൻ്റെ ഇടയിൽ ഇടകലർന്നായിരിക്കും കടന്നു വന്നിരിക്കുന്നത് അല്ലേ? എൻ്റെ വല്യപ്പാപ്പന് ഒരു 5 ഏക്കർ സ്ഥലം ഉണ്ടായി. പുള്ളിക്ക് 5 മക്കളുണ്ടായി. അതങ്ങനെ വീതിച്ച് 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 ഇങ്ങനെ വന്നു. അപ്പോൾ പുള്ളി അതിൻ്റെ അകത്ത് പണ്ടൊരു തെങ്ങ് നട്ടിട്ടുണ്ടെങ്കിൽ ആ തെങ്ങ് അവിടെ ഉണ്ടാവും. എനിക്ക് കിട്ടിയ 1 ഏക്കറിൽ തെങ്ങുണ്ടാവും. അതിനൊരു മണ്ടരി വന്നാലും എന്ത് സംഭവിച്ചാലും ആ തെങ്ങ് തന്നെയായിരിക്കും എവിടെ ഇരിക്കുന്നത്? പരമ്പരാഗതമായി എനിക്ക് കിട്ടിയ ആ സ്വത്തിലിരിക്കുന്നത് ആ തെങ്ങായിരിക്കും അല്ലേ? ചില മരങ്ങളുണ്ടാവും, വേര് പിടിച്ച് നിൽക്കുന്ന മരങ്ങളുണ്ടാവും. ഈ വേര് പിടിച്ച് നിൽക്കുന്ന മരത്തെ പെട്ടെന്ന് നമുക്ക് കളയാൻ പറ്റുമോ? കുറച്ച് പാടാ. മരം വെട്ടിക്കളയാൻ നമുക്ക് ഈസിയാണ് അല്ലേ? പെട്ടെന്ന് ഈസി ആയിട്ട് വെട്ടിക്കളയാം. പക്ഷേ ഈ വേര് കളയണമെങ്കിൽ ഒരു 10 പേരിന്ന് പണിയെടുത്താൽ പോലും ചിലപ്പോൾ പറ്റില്ല. ഇപ്പം പിന്നെ ഈ JCB ഒക്കെ വന്നുകൊണ്ട് കുഴപ്പമില്ല. അത് വെറുതെ കൈ കൊണ്ട് 2 മാന്ത് മാന്തിയാൽ എത്ര ആഴത്തിലേക്കുള്ള വേരും ഒരു പരിധി വരെ പോകും. പക്ഷേ വേര് പൊട്ടും. എന്നാലും ആ വേര് അവിടെ കിടക്കുന്നുണ്ടാവും, അടിയിൽ കിടക്കുന്നുണ്ടാവും. ഇതാണ് നമ്മൾ വിഗ്രഹത്തിനെതിരെ പറഞ്ഞാൽ, ചില അന്ധവിശ്വാസങ്ങൾക്കെതിരെ പറഞ്ഞാൽ ഈ വിശ്വാസം കിടക്കുന്നത് 1 വർഷത്തെ പാരമ്പര്യമല്ല, 2 വർഷത്തെ അല്ല, 100 വർഷത്തെ അല്ല. ചിലപ്പോൾ ചില വിശ്വാസങ്ങൾ 1000 വർഷം വരെ കിടക്കുന്ന ചില സംഭവമായിരിക്കും. അതായത് എൻ്റെ 10 തലമുറയ്ക്ക് മുൻപ് അവരുടെ അസ്ഥിയിലും മജ്ജയിലും ഇറങ്ങിക്കിടക്കുന്ന വേരുകളുള്ള ചില വിശ്വാസത്തെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നത്? ഒന്ന് കട്ട് ചെയ്യാൻ നോക്കുന്നത്. നടക്കുമോ? അത്ര ഈസിയല്ല. അപ്പോഴാണ് തെറി വിളിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ പിതാക്കന്മാരെ നാട്ടുകാർ സ്മരിക്കുന്നത്. അവരെന്ത് ചെയ്യും? അതിൻ്റെ പിതാക്കന്മാർ നല്ലവരാണെന്നൊക്കെ അവരിങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കും. എന്തായാലും യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ മുഖത്ത് നോക്കിയും ഫോണിൽ കൂടെയൊക്കെ പിതാക്കന്മാരെ സ്മരിക്കുന്നവരുടെ മുൻപിൽ കുറച്ചും കൂടി സ്മരണ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ വിശ്വാസം എന്താണ്? അത് പാരമ്പര്യ വിശ്വാസമാണോ അത് വിശ്വാസ പാരമ്പര്യമാണോ എന്നെല്ലാവരും ചെക്ക് ചെയ്യണം. ഞാൻ ഈ അപ്പാപ്പം നട്ട തെങ്ങും വാഴയും, അല്ലെങ്കിൽ വാഴയൊക്കെ എന്തായാലും നശിച്ചു നമുക്കറിയാം, പക്ഷേ ഈ തെങ്ങോ ആൽമരോ എന്തെങ്കിലും വേര് പിടിച്ച് കിടക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. എന്നിട്ട് അതിനൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെവിടെ ചെന്ന് വീഴും? വിശ്വാസ പാരമ്പര്യത്തിൽ, അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നമ്മളും ചെന്ന് പറ്റും. ഇത് എന്ന് ചെല്ലുന്നോ അന്നേ നിനക്ക് ദൈവമായിട്ട് വിശ്വാസമുള്ളൂ, ദൈവമായിട്ട് ബന്ധമുള്ളൂ. ഇതല്ലെങ്കിൽ നിനക്ക് യാതൊരുവിധ ബന്ധവും ആരായിട്ടില്ല. അപ്പസ്തോലന്മാരായിട്ടോ ആ പാരമ്പര്യമായിട്ടോ വിശ്വാസമായിട്ടോ ദൈവമായിട്ടോ നിനക്ക് യാതൊരു ബന്ധവുമില്ല. നീ പറഞ്ഞു വരുന്നതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് ആരും തിരിച്ചറിയില്ല. ഇത് തിരിച്ചറിയാൻ നമ്മളോട്ട് സമ്മതിക്കത്തുമില്ല. നമ്മളെങ്ങനെയാണല്ലോ പണ്ട് തുടങ്ങി ചെയ്തു വന്ന ശീലങ്ങളാണല്ലോ നമ്മൾ ചെയ്യത്തുള്ളൂ. പെട്ടെന്ന് അങ്ങനെ മാറാൻ നമ്മളും തയ്യാറല്ല ഒരു പരിധി വരെ. ചിലരുടെ പ്രശ്നം അത് ഇത് ഉള്ളിലിങ്ങനെ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ യൂട്യൂബിൽ കുറേ ക്ലാസ്സുകൾ വന്നു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആഡായി. അപ്പോൾ കത്തോലിക്ക വിശ്വാസത്തിലിരിക്കുന്ന സ്വയം അപ്പോളജിസ്റ്റന്മാരെന്ന് അവർ വിശേഷിപ്പിച്ച, എനിക്കറിയില്ല, അവർ പറഞ്ഞത് ഞങ്ങളൊക്കെ കത്തോലിക്ക അപ്പോളജിസ്റ്റന്മാരാണ്. ഈ അപ്പോളജിസ്റ്റന്മാരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് വിശ്വാസമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും എതിർപ്പുകൾ വരുമ്പോൾ, തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ പുറത്തിറങ്ങി അതല്ല ഇതാണ് സത്യമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ
വ്യക്തികളാണ് അപ്പോളജിസ്റ്റുമാർ. നമ്മൾ ആദ്യത്തെ അപ്പോളജിസ്റ്റ് ആരെന്ന് നോക്കിയാൽ പത്രോസാണ്, പിന്നെ പൗലോസാണ്. ഇങ്ങനെയുള്ള എല്ലാവരും ക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തെ, യേശു പറഞ്ഞ കാര്യങ്ങളെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യം, പിന്നെ സഭാപിതാക്കന്മാരൊക്കെയാണ് ആ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ ഇവർ വിശേഷിപ്പിച്ചത് അവർ അപ്പോളജിസ്റ്റുമാരാണെന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ വിശ്വസിക്കുന്നുണ്ടോ ക്രിസ്തുവിനെ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എന്നാ നീ ഇവിടെ പറ, ട്രിനിറ്റി നീ ബൈബിൾ വെച്ച് തെളിയിക്കുക. ബൈബിൾ വെച്ച് നീ എന്ത് ചെയ്യണം? ട്രിനിറ്റിയെ തെളിയിക്കണം. അതായത് ഈ ബൈബിളിലുള്ള വചനം വെച്ചിട്ട് നീ എന്ത് ചെയ്യണം? ട്രിനിറ്റിയെ തെളിയിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ബൈബിളിൽ ട്രിനിറ്റി ഇല്ലേ? അല്ല, നീ തെളിയിക്കുക, ബൈബിൾ വെച്ച് നീ ട്രിനിറ്റി തെളിയിക്കുക. സഭ വിശ്വസിക്കുന്ന ഇന്നത്തെ വിശ്വാസമായ ട്രിനിറ്റി നീ ബൈബിൾ വെച്ച് തെളിയിക്കുക. ഞാൻ ചോദിച്ചു, ഈ ട്രിനിറ്റി എന്നുള്ള വാക്കാണോ ഞാൻ പറയണ്ടേ? കാരണം അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ ഇല്ല. അപ്പോൾ വാക്കാണോ പറയേണ്ടത്, അതേ ആ വിശ്വാസമാണോ നീ തെളിയിക്കണ്ടേ? നീ ബൈബിൾ വെച്ച് ട്രിനിറ്റി വിശ്വാസം നീ ഒന്ന് തെളിയിച്ചാൽ മതി. നീ വിശ്വാസിയാണെന്ന് ഞാൻ എന്ത് ചെയ്യാം? ഞങ്ങൾ സമ്മതിക്കാം. അതല്ലെങ്കിൽ നീ പറയരുത് നീ കത്തോലിക്കനാണെന്നും വിശ്വാസിയാണെന്നും ക്രിസ്ത്യാനിയാണെന്നും നീ പറയരുത്. അത് നിനക്ക് സാധിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഈ ട്രിനിറ്റി എന്ന് പറയുന്നത് ബൈബിളിൽ ഇല്ലാത്തതാണോ? ബൈബിളിൽ ഇല്ലാത്തതാണോ? അപ്പോൾ പറഞ്ഞ്, മറുചോദ്യം വേണ്ട, നീ തെളിയിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, ഓക്കെ, ഓപ്ഷൻ 1 ഞാൻ വെക്കുകയാണ്. ബൈബിളില്ലാത്ത ട്രിനിറ്റി ആണ് സഭ വിശ്വസിക്കുന്നതെങ്കിൽ ആദ്യം ആ ട്രിനിറ്റി എന്താണെന്ന് നീ ഇങ്ങോട്ട് പറയുക. അപ്പോൾ വിശുദ്ധ ബൈബിളിലുള്ള ട്രിനിറ്റി ഞാൻ എന്താണെന്ന് നിനക്ക് പറഞ്ഞുതരാം. അതുള്ളൊരു ഓപ്ഷനുള്ളത്. കാരണം ഞാൻ പറഞ്ഞിട്ടല്ല നീ എന്നെ ഈ ഗ്രൂപ്പിൽ ചേർത്തത്. നിങ്ങളൊക്കെ സ്വയം അപ്പോളജിസ്റ്റുമാരാന്ന് പറയുന്നു. എന്തായാലും ബൈബിളിൽ ഇല്ലാത്ത ട്രിനിറ്റി ഇങ്ങോട്ട് പറഞ്ഞോ, ബൈബിളിലുള്ള ത്രിയേക വിശ്വാസം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ വീണ്ടും നമ്മുടെ പിതാക്കന്മാരെ സ്മരിക്കൽ തുടങ്ങി, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്കത് പറയാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സൂം മീറ്റിംഗ് വെക്കാം, ഒരു ഓപ്പൺ ഡിബേറ്റ്. ആ ഗ്രൂപ്പിൽ 6 പേരുണ്ട്. ഞാൻ പറഞ്ഞു, 6 പേരും ഗ്രൂപ്പിൽ വരണം. 6 പേരും മുഖം കാണണം എനിക്ക്. 6 പേരുടെയും വീഡിയോയും ഓഡിയോയും ഓണായിരിക്കണം. ഞാനിപ്പുറത്തുനിന്ന് വരും. നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ സ്വയം അപ്പോളജിസ്റ്റുമാരെന്ന് പറഞ്ഞ് മാനിച്ചു വന്ന് 5 എണ്ണം മുങ്ങി. ഒരു പെന്തക്കോസ്തക്കാരനുണ്ട് ആ ഗ്രൂപ്പിൽ. അവൻ പറഞ്ഞു, ഞാൻ വരാം. ഞങ്ങൾ ഭയങ്കര കത്തോലിക്കരാണ്, ഞങ്ങൾ പാരമ്പര്യ വിശ്വാസികളാണ്, ഞങ്ങളുടെ പാരമ്പര്യത്തെ തകർക്കാൻ വന്നതാണ് നീ കപട വിശ്വാസിയാണ്, ആട്ടുംതോലഴിഞ്ഞ് ചെന്നായാണെന്നൊക്കെ പറഞ്ഞവരൊക്കെ പെട്ടെന്ന് മുങ്ങി. പിന്നെ തല കാണുന്നില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ നീയൊക്കെ എവിടെ പോയി? വാ, നമുക്ക് സംസാരിക്കാം. ഞാൻ മുഖം കാണിച്ച് വരാം, എനിക്കെന്താ പ്രശ്നം? നീയും വാ, നമുക്ക് സംസാരിക്കാം. ഒറ്റെണ്ണമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിതാക്കന്മാരെ സ്മരിക്കലൊക്കെ തുടങ്ങി. എന്തായാലും നമുക്ക് ആ വിഷയം വിടാം. ഞാൻ ആ ഒരു പശ്ചാത്തലം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. എന്താണ് പാരമ്പര്യ വിശ്വാസം, എന്താണ് വിശ്വാസ പാരമ്പര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. ബൈബിളിൽ ട്രിനിറ്റി ഉണ്ടോ? ത്രിയേക വിശ്വാസം ബൈബിളിലുണ്ടോ? പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് കാണാൻ പറ്റുമോ? ഈ ദൈവത്തിൻ്റെ ഈ വിശ്വാസം അപ്പസ്തോലന്മാർ പറയാത്ത, വിശുദ്ധ ബൈബിൾ പറയാത്തൊരു വിശ്വാസമാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അല്ല. നമ്മൾ വിശ്വസിക്കുന്നത് അപ്പസ്തോലന്മാർ എന്താണ് നമുക്ക് പറഞ്ഞു തന്നത്, ദൈവം എന്താണോ നമ്മളെ പഠിപ്പിച്ചത്, ഇത് തന്നെയാണ്. പക്ഷെ ഇന്ന് പലർക്കും ഇത് തിരിച്ചറിവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് ആരാധനയ്ക്ക് യോഗ്യനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാരാണ്? ഏക ദൈവം തന്നെയാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അങ്ങനെ യോഗ്യതയില്ലാത്ത ഒരുവനെയാണ് നീ ആരാധിക്കുന്നതെങ്കിൽ നിന്റെ ആരാധന വ്യർത്ഥമാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ആരാധിക്കുന്ന സത്യദൈവത്തെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഞാൻ ഇന്നലെ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്ത് വിഷയം സംസാരിക്കണം? അപ്പോൾ കർത്താവ് തന്ന മെസ്സേജ് യെശയ്യാ പ്രവചനം 48-ാം അധ്യായമാണ്. 48-ന്റെ 1 മുതൽ നമുക്കൊന്ന് വായിച്ച് 1-2 കുറച്ച് ഒത്തിരി വചനങ്ങൾ വായിക്കാനുണ്ട്. പെട്ടെന്ന് നമുക്ക് പോകാം. യെശയ്യാ പ്രവചനം 48-ാം അധ്യായം 1 മുതൽ വായിക്കാം. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവനും യൂദായിൽ നിന്ന് ഉത്ഭവിച്ചവനുമായ യാക്കോബ് ഭവനമേ കേൾക്കുക. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു, ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റുപറയുന്നു, എന്നാൽ അത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടെയല്ല. പ്രവാചകൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എനിക്ക് തോന്നുന്നു ഭയങ്കര മൂർച്ചയുള്ള വാക്കുകളാണ്. അതായത് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവനും യൂദായിൽ നിന്നും ഉത്ഭവിച്ചവനും യാക്കോബ് ഭവനമേ കേൾക്കുക, നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നീ പാരമ്പര്യത്തെ പറയുന്നു. നീ ഏത് പാരമ്പര്യം പറയുന്നേ? ഞാൻ അതിപുരാതന ക്രിസ്ത്യാനി. പണ്ട് തോമാസ് ലീഗ മാർക്കം കൂടിയ അല്ലെങ്കിൽ ബ്രാഹ്മണനെ മുക്കിയ അന്ന് തുടങ്ങി പരമ്പരാഗതമായി കഴിഞ്ഞ 20 തലമുറയായി എൻ്റെ അപ്പൻ, അപ്പൂപ്പൻ, കൊച്ചപ്പൻ, വല്യപ്പൻ സകലരും ക്രിസ്ത്യാനി എന്ന് പറയുന്ന പാരമ്പര്യം നീ പറയുന്നു. ഇത് തന്നെയല്ലേ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ്. ഇസ്രായേൽ എന്ന് നീ വിളിക്കപ്പെടുന്നു, യൂദായിൽ നിന്ന് ഉത്ഭവിച്ചവൻ, യാക്കോബ് ഭവനം. ഇതൊക്കെയാണെങ്കിലും നീ കേൾക്കുക,
ബാക്കി വായിച്ചോ. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റുപറയുന്നു. നീ പറയുമ്പോൾ നീ കർത്താവിനെയാണ് ആരാധിക്കുന്നത്. നീ സത്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ നാമത്തിലാണ് നീ സത്യം ചെയ്യുന്നത്. എന്നാൽ അത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടെയല്ല. ഇതിന് യാതൊരുവിധ ആത്മാർത്ഥതയില്ല, ഒരു സത്യവും ഇതിന്റെ അകത്തില്ല. നീ പറയുന്നതിലോ ഈ ചെയ്യുന്നതിലോ യാതൊരുവിധ ആത്മാർത്ഥതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് നീ പറയുവാണെങ്കിൽ ഈ വിശ്വാസ പാരമ്പര്യമാണ് പറയുന്നെങ്കിൽ നീ അപ്പസ്തോലൻ പറഞ്ഞത് പറയണം, കർത്താവ് പറഞ്ഞത് പറയണം, കർത്താവ് പഠിപ്പിച്ചത് പറയണം. അല്ലെങ്കിൽ നീ ആരാ? അതിൻ്റെ ഇടയിൽ വന്ന് തെങ്ങിൻ്റെ പിന്നാലെ പോകുന്നവനാ. അതിൻ്റെ ഇടയിൽ നാട്ടുകാർ നട്ട മരത്തിൻ്റെ വേരയിൽ കിടന്ന് വട്ടം കറങ്ങുന്നവനാ നീ ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നീ പറയുകയാണെങ്കിൽ നീ അവിടെ പറഞ്ഞോണം. ഏത്? അപ്പസ്തോലന്മാരെ പറഞ്ഞോണം. അല്ല അതിൻ്റെ ഇടയിൽ വന്ന് കയറിയവനെ നാട്ടുകാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് പറയരുത്. അപ്പോൾ പാരമ്പര്യ വിശ്വാസമല്ല, വിശ്വാസ പാരമ്പര്യം നീ പറയണം. അല്ലെങ്കിൽ നീ പറയുന്നത് സത്യത്തോടും ആത്മാർത്ഥയോടും കൂടെയല്ല. രണ്ടാം വാക്യം വായിച്ചോ. നിങ്ങൾ വിശുദ്ധ നഗരത്തിന്റെ ജനം എന്ന് അഭിമാനിക്കുന്നു, ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ വിശുദ്ധ നഗരത്തിന്റെ ജനം. ഞങ്ങൾ ജെറുസലേം, ഇസ്രായേൽ പാരമ്പര്യമൊക്കെ പറയും, ഞങ്ങൾ പുതു ഇസ്രായേലാണ് എന്നൊക്കെ നിങ്ങൾ പറയും. വീണ്ടും അടുത്ത കാര്യം പറയാണ്, ഇസ്രായേലിന്റെ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നതും ഇസ്രായേലിന്റെ ദൈവത്തിലാണ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. സൈന്യങ്ങളുടെ കർത്താവ്, ഈ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൈന്യങ്ങളുടെ കർത്താവ്. നമ്മൾ POCയിൽ വായിക്കുമ്പോൾ സൈന്യങ്ങളുടെ കർത്താവ്. സത്യവേദോസ്തലാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ ഇവിടെ മിക്സ് ആയിട്ടുള്ളിരിക്കുന്നത് യാക്കോബൈറ്റ്സ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, എല്ലാവിധ ആളുകളും ഉണ്ട്. അപ്പോൾ സത്യവേദോസ്തലാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ സൈന്യങ്ങളുടെ യഹോവ. അപ്പോൾ ആരാണ് ഈ സൈന്യങ്ങളുടെ കർത്താവ്? ആരാണ് ഈ സൈന്യങ്ങളുടെ യഹോവ? ആരായിരിക്കും? ദൈവമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, നമ്മൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള വെർഷനിൽ സൈന്യങ്ങളുടെ കർത്താവ് ആരായിരിക്കും? പിതാവായ ദൈവമായിരിക്കും. കാരണം സൈന്യങ്ങളുടെ യഹോവ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയും, നിങ്ങൾ വിശുദ്ധ നഗരത്തിന്റെ ജനമെന്ന് അഭിമാനിക്കുന്നു, ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഈ വിഷയം സൈന്യങ്ങളുടെ കർത്താവ് ആരാണെന്ന് നമ്മളിതിൻ്റെ അവസാനം വരുമ്പോഴേക്കും നമ്മളതിൻ്റെ കാര്യം ക്ലിയർ ആവും. ആരാണ് സൈന്യങ്ങളുടെ ദൈവം, ആരാണ് സൈന്യങ്ങളുടെ യഹോവ എന്നുള്ളത്. നമ്മളൊരു ചടങ്ങ് ക്രിസ്ത്യാനിയാണോ അതെയോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണോ എന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല ചടങ്ങ് ക്രിസ്ത്യാനിയാണെന്ന്. കാരണം ക്രിസ്തീയ പാരമ്പര്യം വെറുതെ പോയൊരു ചടങ്ങ് പോലെ നടത്തുന്നവരാണോ? അല്ലേ? അല്ല. അപ്പോൾ അതെന്തായാലും നമുക്കത് പറയാൻ പറ്റില്ല. അടുത്ത വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. 3-ാം വാക്യം മുതൽ വായിച്ചോ. കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മുൻപേ ഞാൻ പ്രസ്താവിച്ചിരുന്നു, അവ എൻ്റെ അധരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞു. ഞാൻ അവയെ വെളിപ്പെടുത്തി, ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു, അവ സംഭവിക്കുകയും ചെയ്തു. അടുത്തും വായിച്ചോ. കാരണം നീ ദുശാഠ്യക്കാരനും നിന്റെ കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെറ്റി പിത്തള പോലെ കഠിനവും ആണെന്ന് ഞാൻ അറിയുന്നു. നിന്റെ വിഗ്രഹമാണ് അത് ചെയ്തത്, നിന്റെ കൊത്തു വിഗ്രഹങ്ങളും വാർപ്പ് ബിംബങ്ങളുമാണ് അവ കൽപ്പിച്ചത് എന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. കർത്താവിടെ പറയുന്നത് 3-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം വരെ കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, എടാ നീ പറയുന്നു ഇസ്രായേലാണ് നിന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവമാണ് നിന്റെ ദൈവം, ഇസ്രായേലിന്റെ രാജാവ്, സൈന്യങ്ങളുടെ, ഇതൊക്കെ പറയും. പക്ഷെ നീ പോയി ആശ്രയിക്കുന്നത് എന്തിനാ? വിഗ്രഹത്തെയാണ്. നീ പോയി ആശ്രയിക്കുന്നത് മറ്റ് ദൈവങ്ങളെയാണ്. നീ പ്രാർത്ഥിക്കുന്നതും നിന്റെ സകല പ്രവൃത്തികളും ചെയ്യുന്നത് മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നത്. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും നിന്റെ ചടങ്ങ് ക്രിസ്ത്യാനിത്വം നീ മാറ്റിയിട്ടില്ല. അതെവിടെയുണ്ട്? കൂടെയുണ്ട്. അതാണ് 1-ാം വാക്യം 2-ാം വാക്യം പറയുന്നത്. യാക്കോബ് ഭവനമേ കേൾക്കുക, നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു, ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റുപറയുന്നു. ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. ക്രിസ്ത്യാനി എന്ന പേരും പറയുന്നു, പള്ളി പോകുന്നു, കുർബാന സ്വീകരിക്കുന്നു, കുമ്പസാരിക്കുന്നു, എല്ലാവിധ ചടങ്ങുകളും പരിപാടിയും നടത്തുന്നു, ആഘോഷങ്ങളും ആചാരങ്ങളും നേർച്ചകളും കാഴ്ചകളും എല്ലാം ചെയ്യുന്നുണ്ട്. യാതൊരു വിധ വ്യത്യാസമില്ല. പക്ഷെ നീ എന്താ ആശ്രയിക്കുന്നു? മറ്റ് ദൈവങ്ങളിലും വിഗ്രഹങ്ങളിലും വാർപ്പ് വിഗ്രഹങ്ങളിലും സകലത്തിലും പോയി നീ ആശ്രയിക്കുന്നു. കർത്താവ് അവനെ മാനിക്കുമോ? അവനെ മാനിക്കുന്നുണ്ടോ? എന്നിട്ട് കർത്താവ് പറയുന്ന കാര്യം, അതായത് നിന്റെ ദൈവമായ കർത്താവിനെ, നീ ആരാധിക്കുന്ന യഥാർത്ഥ ദൈവത്തെ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത് അത് ചെയ്യുന്നവനാണ് യഥാർത്ഥ സത്യദൈവം. കാരണം അല്ല, നീ പറയും, കാര്യം നടന്നു കഴിയുമ്പോൾ നീ പറയും, ഇത് ചെയ്ത് ആരാന്ന് പറയും? നിന്റെ വിഗ്രഹമാണെന്ന് പറയും. നിനക്ക് ഈ ചെയ്ത് കിട്ടിയത് ആരുടെ അനുഗ്രഹം കേട്ടാന്ന് പറയും? നിന്റെ വിഗ്രഹത്തിൽ നീ ആശ്രയിച്ചത് കൊണ്ടാണ് എന്ന് നീ പറയും. അങ്ങനെ നീ പറയാൻ ഇട വരുത്തരുത്. അതിനാണ് കർത്താവ് എന്ന് പറഞ്ഞത്. ഇത് മുന്നമേ പറഞ്ഞു വെച്ചിരിക്കുക. നിങ്ങൾ ആ വാക്യം കൃത്യമായിട്ട് വായിച്ചോ. അതിന്റെ 5-ാം വാക്യം, നിന്റെ വിഗ്രഹമാണ് അത് ചെയ്തത്, നിന്റെ കൊത്തു വിഗ്രഹങ്ങളും
വാർപ്പ് ബിംബങ്ങളുമാണ് അവ കൽപ്പിച്ചത് എന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. സംഭവിക്കുന്നതിന് മുമ്പേ ഞാൻ പ്രസ്താവിച്ചു. അടുത്ത വാക്യം വായിച്ചോ. നീ കേട്ട് കഴിഞ്ഞു, ഇനി കാണുക, നീ അത് പ്രഘോഷിക്കുകയില്ലേ? ഇന്നു മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും, നിനക്ക് അജ്ഞാതമായ നിഗൂഢ കാര്യങ്ങൾ തന്നെ. ദൈവത്തിന്റെ ആത്മാവ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി താഴോട്ട് പറഞ്ഞ ആശയം കുറച്ച് കഠിനമായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. യെശയ്യാ പ്രവചനം 41 അധ്യായം തുടങ്ങി 48 അധ്യായം വരെ ഒരൊറ്റ ആശയം പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ക്രിസ്തുവിൻ്റെ ദാസനെ കുറിച്ചുള്ള എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നിങ്ങൾ 49 അധ്യായത്തിൻ്റെ POC ബൈബിൾ ആണെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ കിടക്കുന്നുണ്ട്. എന്താണെന്ന് വായിച്ചു നോക്കിയേ. കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസൻ 2 ഭാഗം. കർത്താവിൻ്റെ ദാസൻ 1 ഭാഗം പറയുമ്പോൾ ആരാണ് കർത്താവിൻ്റെ ദാസൻ? ക്രിസ്തുവാണ് കർത്താവിൻ്റെ ദാസനായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും ക്രിസ്തുവിനെ കുറിച്ചുള്ള അനേകമായ കാര്യങ്ങളുമാണ് 41 അധ്യായം മുതൽ 48 അധ്യായം വരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. നിന്റെ കൊത്തു വിഗ്രഹങ്ങളെ നീ ഉപേക്ഷിക്കണം, അതാണ് ഇത് പറഞ്ഞതും ചെയ്തതും എന്ന് പറയരുത്. യഥാർത്ഥ സത്യദൈവം വരാനിരിക്കുന്ന സകല കാര്യങ്ങളും വിളിച്ചു പറയുകയും അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുമ്പോൾ നീ വിശ്വസിക്കണം. സത്യദൈവം ആരുടെ കൂടെ പ്രവർത്തിക്കുന്നു? ആരാണ് സത്യദൈവം? ഇപ്പം നമുക്കൊരു മെസ്സേജ് കിട്ടുക, ഒരാൾ നമുക്കൊരു മെസ്സേജ് തരിക. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് ദൈവവചനം കേൾക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ എനിക്ക് ആദ്യം കിട്ടിയ മെസ്സേജ്, നിനക്ക് മക്കളുണ്ടാകത്തില്ല, നിനക്ക് മക്കളുണ്ടാകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, അത് ഓടി കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അല്ല, നിനക്ക് ഇനി മക്കളുണ്ടാകാൻ തടസ്സമുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു. അപ്പോഴും ഞാൻ ബ്രദറിനോട് പറഞ്ഞു, അല്ല ബ്രദറെ, ഒരു കൊച്ചെനിക്കുണ്ട്, ഇനിയിപ്പോൾ ഉണ്ടാവാൻ ഇപ്പോൾ എന്ത് തടസ്സം? ഞാൻ വേണ്ട എന്ന് വെച്ചാലല്ലാതെ ഇതിന് തടസ്സം വരാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിൽ ബ്രദർ പറഞ്ഞു, നോ, നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തടസ്സമുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് എന്ത് മനുഷ്യനാ? എടാ, മനുഷ്യനൊരു കോമൺ സെൻസ് വേണ്ടേ? ഒരല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ പാടില്ലേ ഇനി ഞാൻ തടഞ്ഞാലേ ഇത് നിൽക്കത്തുള്ളൂ എന്ന്. ഞാൻ വീണ്ടും പറഞ്ഞു, അല്ല ബ്രദറെ, എനിക്കൊരു കൊച്ചുണ്ട്, അത് IVF ഒന്നും ചെയ്തതല്ല, യാതൊരു പ്രശ്നവുമില്ലാതെ അവൾ അന്തസ്സായിട്ട് പ്രസവിച്ചതാ, ഒരു കുഴപ്പമില്ലെന്ന്. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു. 4 കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പോയി പറയണേ, ബ്രദറെ, അതെ, ഒരു പ്രവചനം പോലെ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞിരുന്നു, അതൊന്ന് തിരിച്ചെടുക്കാമോ? അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ഓൾട്ട് ഡിലേറ്റ് ഒന്ന് മായ്ച്ചു കളയാമോ? കാരണം ഇത് നടക്കുന്നില്ല. 11 വർഷം പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ, അപ്പോഴാ തടസ്സം മാറി. അപ്പോൾ ആ പറഞ്ഞത് ആരാ? വരാനിരിക്കുന്ന പ്രതിസന്ധി പറഞ്ഞത് ആരാ? ദൈവത്തിൻ്റെ ആത്മാവ്. അത് നടക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു കാര്യം വിശ്വസിക്കാം, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യും. ഏതെങ്കിലും ബിംബങ്ങളാണോ പറഞ്ഞത്? ഏതെങ്കിലും കൊത്തുവിഗ്രഹങ്ങളാണോ പറഞ്ഞത്? അല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ സാക്ഷ്യം പറഞ്ഞതെന്ന് എനിക്ക് വിശ്വസിക്കാം. ഒന്ന് സ്തുതിച്ചേ, ഹല്ലേലൂയ. അപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം പ്രവചിക്കുകയും അത് സംഭവിക്കുകയും ചെയ്താൽ അതാണ് സത്യദൈവം. ആ ദൈവം ഇന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? കേരളത്തിൽ നടക്കുന്നതും വരാനിരിക്കുന്നതും, ട്രംപിൻ്റെ ഭരണം തുടങ്ങി, കേരളത്തിൻ്റെ ഭരണം തുടങ്ങി, ഇന്ത്യയുടെ ഭരണം തുടങ്ങി, ഇവിടെ നടക്കാനിരിക്കുന്ന മഹാമാരികൾ തുടങ്ങി, ലോകത്തിന് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി, സഭയുടെ അകത്ത് സംഭവിക്കുന്നത് തുടങ്ങി, ലോകത്തിൻ്റെ എല്ലാം ആര് പറഞ്ഞിട്ടുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പലതും നമ്മൾ പരസ്യമായി ലോകത്തോട് ദൈവം വെളിപ്പെടുത്തിയത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ഉറപ്പാ, നമ്മൾ ആരാധിക്കുന്ന ദൈവം സത്യദൈവം തന്നെയാണ്. അതല്ല ഈ വചനത്തിൽ പറഞ്ഞേ, ഞാനത് പ്രവചിക്കുകയും ഞാനത് മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തപ്പോൾ നീ പറയരുത് നിൻ്റെ വിഗ്രഹമാണത് ചെയ്തതെന്ന്. കാരണം ദൈവം അങ്ങനെയാണ്, സകല കാര്യങ്ങളും മുൻകൂട്ടി അറിയിക്കും. ഞാനിത് ഇത്രയും വായിപ്പിച്ചതിൻ്റെ കാരണം, പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും, അതാണല്ലോ നമ്മുടെ ത്രിയേക വിശ്വാസം. ഇത് പഴയ നിയമത്തിൽ നിന്നുണ്ടോ അതേ പുതിയ നിയമത്തിൽ മാത്രം വെളിപ്പെട്ട കാര്യമാണോ? പുതിയ നിയമത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചാടിക്കയറി ഒരു പുത്രൻ വന്നു, ആ പുത്രൻ ദൈവമായി, മറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു വ്യക്തി വന്ന് ജനിക്കുന്നു, അതിന് ശേഷമാണോ ദൈവമായത്? അല്ല. നമ്മളുടെ ചിന്തയാണ് ഈ പ്രശ്നം, നമ്മളുടെ തെറ്റായ ധാരണയാണ്. ആദ്യം മുതൽ സംഭവിച്ചു തുടങ്ങുന്ന സമയം മുതൽ, അല്ലെങ്കിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ബിഗിനിങ്ങിന് മുൻപേ ഉള്ളവനാണ്, സകലത്തിൻ്റെയും സൃഷ്ടാവാണ് നമ്മുടെ ദൈവം, കർത്താവായ യേശു ക്രിസ്തുവും പിതാവായ ദൈവവും പുത്രനായവും പരിശുദ്ധ എല്ലാം. ആ ഏക ദൈവം, ത്രിയേക ദൈവം, അവനാണ് സത്യദൈവം എന്ന് ദൈവവചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവവചനം ഉടനീളം പ്രസ്താവിച്ചു വെച്ചിരിക്കുന്ന കാര്യം. നമുക്ക് ചില വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാം. യെശയ്യാ പ്രവചനം അതിൻ്റെ 41 അധ്യായം
4-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ആരംഭം മുതൽ തലമുറകൾക്ക് ഉണ്മ നൽകിയ ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ്? ആദിയിലുള്ളവനും അവസാനത്തവനോടും കൂടെയുള്ളവനുമായ കർത്താവായ ഞാനാണ്, ഞാൻ തന്നെ അവൻ. ഈ ഏശയ പ്രവചനം തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, ഏശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏശയ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ കുറച്ച് ഡീപ്പായിട്ടുള്ള വിഷയമാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൻ്റെ ഏറ്റവും കണ്ടൻ്റായിട്ടുള്ള വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഏശയ അല്ലേ. ഏശയ 53 വായിച്ചാൽ നമുക്ക് കരയാതെ അതൊന്നും വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. കാരണം ക്രൂശ് മരണത്തെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട പോലെയാണ് ഏശയ എഴുതി വെച്ചിരിക്കുന്നത്. അതല്ലാതെ ഒരു വിഷനായിട്ടല്ല നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് ക്രിസ്തു സഹിച്ച പീഡനങ്ങൾ എന്ന് കൃത്യമായി കണ്ടുകൊണ്ടാണ് ഏശയ എഴുതി വെച്ചിരിക്കുന്നത്. ഏശയ പ്രവചനം 1-ാം അധ്യായം എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഏശയ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് അതൊന്ന് വായിക്കാം. ഏശയ 1-ന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവ എന്നോട് കലഹിച്ചു. ദൈവത്തിന്റെ ഒരു വിലാപമാണ് അവിടെ പറയുന്നത്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെ അറിയാം, കഴുതയ്ക്ക് അവൻ്റെ അപ്പനെ അറിയാം, അവൻ്റെ യജമാനനെ അറിയാം, എൻ്റെ ജനത്തിന് ഈ ദൈവത്തെ ഒട്ട് അറിയത്തില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ ശേഷം നമ്മൾ 11-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഇവർ ബലിയർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കാളകളെ ബലിയർപ്പിക്കുന്നു, നിങ്ങൾ ആടുകളെ ബലിയർപ്പിക്കുന്നു, സകലത് നിങ്ങൾ ബലിയർപ്പിക്കുന്നു, എന്നാൽ നിന്റെ കാഴ്ചകൾ എനിക്ക് അസഹ്യമാണ്, നിന്റെ ബലികളും കാഴ്ചകളും എനിക്ക് വേണ്ട. കാരണം എന്താ? ഇവന്മാര് ദൈവത്തിൽ ആശ്രയിക്കുന്നു പറയുകയും ഇസ്രായേലിൻ്റെ മക്കൾ എന്ന് പറയുകയും ഇവരെല്ലാം പോയി സകല വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി കുമ്പിടുകയും സകല വിഗ്രഹത്തെയും ഇതിൻ്റെ അകത്ത് കയറ്റുകയും ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വെറുക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് യേശയ പ്രവചനം 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ. അതിനുശേഷം നമ്മൾ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇനി രക്ഷകനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് യേശയ 41-ന്റെ ഹെഡിങ് നമുക്ക് വായിച്ചറിയാം. വിമോചനം ആസന്നം, ഇതാ വിമോചകൻ വരാൻ പോകുന്നു. അപ്പൊ വിമോചകനെ കുറിച്ച് നമ്മളോട് പ്രഖ്യാപിക്കുകയാണ് 41-ന്റെ അതിന്റെ 4 മുതൽ പറയുക. ആരംഭം മുതൽ തലമുറകൾക്ക് ഉണ്മ നൽകിയ ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ്? ആദിയിലുള്ളവനും അവസാനത്തോട് കൂടിയവനുമായ കർത്താവായ ഞാൻ തന്നെ, ഞാൻ തന്നെ. ആ വാക്യം ഒന്ന് വായിച്ചോ മോനെ. ആരംഭം മുതൽ തലമുറകൾക്ക് ഉണ്മ നൽകിയ ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ്? ആദിയിലുള്ളവനും അവസാനത്തവനോട് കൂടെയുള്ളവനുമായ കർത്താവായ ഞാനാണ്, ഞാൻ തന്നെ. മുഴുവൻ വായിക്കണം. ഞാൻ വായിച്ച് തെറ്റിച്ചാലും നീ വായിക്കരുത്. ഞാൻ തന്നെ, അവൻ. അവൻ ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ആദിയിലുള്ളവൻ, അതായത് സകല സൃഷ്ടിക്ക് മുൻപ് ഉള്ളവൻ, അവസാനത്തോടു കൂടെ ഉള്ളവൻ, കർത്താവായ ഞാനാണ്. അപ്പോൾ ആ ഞാൻ എന്നൊരു വ്യക്തിയല്ലേ ഉള്ളോടെ? പിതാവായ ദൈവം ഉള്ളത് പറയുന്നത്, യഹോവയായ ദൈവം ഉള്ളത് പറയുന്നത്, കർത്താവായ ഞാനാണ് ആദിയും അന്തവും, ആൽഫയും ഒമേഗയും, തുടക്കം തുടങ്ങിയും ഒടുക്കം തുടങ്ങിയുള്ളവനും. അതിനുശേഷം ഒരു വാക്കുകൂടി അവിടെ കൂട്ടിച്ചേർത്തു, ഞാൻ തന്നെ അവൻ. അപ്പോൾ വേറൊരാളെ ചൂണ്ടിയിട്ട് പറയുക, അവനും ഞാൻ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അതായത് ആദിയിലുള്ളവനും അവസാനത്തോട് കൂടെയുമായവനാണ്, ഞാനാണ് സൃഷ്ടിച്ചത്, ഞാനാണ് സകലത്തിനെയും ഉടയവൻ, ഞാനാണ് ദൈവം, ഞാൻ തന്നെയാണ് കർത്താവ് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയാണ്, ഞാൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞ് മറ്റൊരുവനെ വിരൽ ചൂണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്കവിടെ കാണാം. വീണ്ടും യെശയ്യാ പ്രവചനം 42-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. അതിന്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 42-ന്റെ 8. ഞാനാണ് കർത്താവ്, ഞാനാണ് കർത്താവ്, അതാണ് എന്റെ നാമം, എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുക. ഇവിടെ ദൈവം തന്റെ മഹത്വത്തെ കുറിച്ച് പറയുക. നമുക്കറിയാം വിഗ്രഹത്തെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വിഗ്രഹത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇല്ല, കൊത്തു വിഗ്രഹങ്ങളിൽ ദൈവം തന്റെ മഹത്വത്തെ കൊടുക്കത്തില്ല എന്ന് പറയാൻ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ദൈവവചനമാണിത്. പക്ഷേ ഈ മഹത്വം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞൊരു മഹത്വമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളതൊന്ന് വായിച്ചാൽ മതി. ഞാനാണ് കർത്താവ്, അതാണ് എന്റെ നാമം, അതാണ് എന്റെ നാമം, എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എന്റെ മഹത്വം ഞാൻ അങ്ങനെ വെറുതെ ഒരുത്തിന് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. ചുമ്മാ വഴിയിൽ നിന്ന് കയറി വരുന്നവൻ ഒരുത്തിന് എന്റെ മഹത്വം ഞാൻ എന്ത് ചെയ്യത്തില്ല, അങ്ങനെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാണ്. വീണ്ടും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. എടാ, നീ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച് അതിന് നീ സ്തുതി കൊടുത്ത് അതിന് മാലയിട്ട് അതിന് നേർച്ച കാഴ്ച വെച്ച് അതിന്റെ താഴെ ഒരു നേർച്ചപ്പെട്ടിയും വെച്ച് കഴിഞ്ഞാൽ എന്റെ മഹത്വം അതിന്റെ മേൽ ഞാൻ കൊടുക്കത്തില്ല. വീണ്ടും പറയുകയാണ്, പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി, ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു, മുള പൊട്ടുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് അവയെ പറ്റി അറിവ് തരുന്നു. മുന്നേ പ്രവചനം കിടക്കുക, ജസ്സയുടെ കുറ്റിയിൽ ഒന്ന് മുളയ്ക്കും,
യാക്കോബേ, നിന്റെ അധികാരം ദാവീദിന്റെ ഭവനത്തിൽ നിന്നും വിട്ടുപോകത്തില്ല. ഇങ്ങനെ പ്രവചനം ഉൽപ്പത്തി 49 അധ്യായം തുടങ്ങി താഴോട്ട് അനേക പ്രവചനങ്ങൾ ഒരൊറ്റ വ്യക്തിയെ കുറിച്ചാണ് പ്രവചനങ്ങൾ കിടക്കുന്നത്. ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്നോണം ഇതാ വീണ്ടും ആ വ്യക്തിയെക്കുറിച്ച്, ആ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ഞാനാണ് കർത്താവ്, എൻ്റെ നാമം, എൻ്റെ മഹത്വം മറ്റാർക്കും ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ നാമമോ മഹത്വമോ സ്തുതിയോ ആർക്കും കൊടുക്കത്തില്ല. 3 പ്രധാനപ്പെട്ട വിഷയം യെശയ്യാ 42 പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എൻ്റെ നാമം, എൻ്റെ മഹത്വം, എൻ്റെ സ്തുതി. ഈ 3 കാര്യം ആർക്കും കൊടുക്കത്തില്ല, വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല. അപ്പം നാമം കൊടുക്കുന്നവൻ ദൈവത്തിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. മഹത്വവും ആ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. സ്തുതിയും ആർക്കേ ഉള്ളൂ, ആ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഏത് ദൈവത്തിന്? ആദ്യം മുതൽ ഉണ്ടായ ദൈവത്തിന്, അനാദി വരെ ഉള്ള ആ ദൈവത്തിന് മാത്രമേ ഈ 3 കാര്യങ്ങൾ കൊടുക്കുകയുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. വീണ്ടും പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഇവയെ പറ്റി അറിവ് തരുന്നു. അതായത് നിങ്ങളുടെ ഇടയിൽ ഒരു മുള പൊട്ടി വരാൻ പോകുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു രക്ഷകൻ വരാൻ പോകുന്നു, ഒരു സഹായകൻ നിന്റെ മേൽ ഇറങ്ങി വരാൻ പോകുന്നു എന്നുള്ള സൂചനകളെല്ലാം ഇത് 42 അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി. വീണ്ടും 43 അധ്യായം നമ്മൾ എടുക്കുകയാണ്. 43 അധ്യായം 10 മുതൽ വാക്യങ്ങൾ നമ്മളത് വായിക്കുക. 43:10 മുതൽ. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. നിങ്ങൾ ഇവിടെ എല്ലാം ശ്രദ്ധിച്ച കോമൺ ആയിട്ടൊരു വിഷയമുണ്ട്. എല്ലായിടത്തും കർത്താവായ ഞാൻ അരുളി ചെയ്യുന്നുവെന്നോ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നുവെന്നോ കർത്താവ് അരുളി ചെയ്യുന്നു എന്നുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? ഇത് പറയുന്നത് ഇതിൻ്റെ കസ്റ്റോഡിയൻ, ഇതിൻ്റെ അധികാരി ആരാണ്? ഈ കാര്യം വെളിപ്പെടുത്തിയതിൻ്റെ അധികാരി ആരാണ്? ദൈവം തന്നെയാണ്. യാതൊരു വിധത്തിലും മറ്റൊരു വ്യക്തിക്കും ഈ അധികാരം കൊടുക്കാൻ പറ്റത്തില്ല. ദൈവം തന്നെയാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞ് വിശ്വസിക്കുവാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കുവാനും ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ. അപ്പോൾ 2 ആളെ കുറിച്ച് പറയുക. ഒന്ന്, കർത്താവിൻ്റെ ദാസന്മാരാണ് നിങ്ങൾ. സത്യവേദപുസ്തകം വായിച്ചാൽ യഹോവയുടെ ദാസന്മാരാണ്, അല്ലെങ്കിൽ സാക്ഷികളാണ്. ഇപ്പം നമ്മൾ യഹോവ സാക്ഷികളാണോ? ആണോ? യഹോവ സാക്ഷികളാണോ? കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി, ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാം, എല്ലാവർക്കും ശരിയാവുമെന്ന് അറിയില്ല, ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞൊരു യഹോവയുടെ സാക്ഷി വന്നു ചേച്ചി. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സ്ത്രീയല്ലേ, നമ്മുടെ ജീസസ് മിഷൻ്റെ ലേഡീസ് കൂട്ടായ്മയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്ക്, ചേച്ചി ശരിയാക്കട്ടെ. യേശു ദൈവമല്ല എന്നുള്ളതാണ് ചേച്ചിയുടെ പ്രസ്താവന. ഓക്കെ, ചേച്ചി ശരിയാക്കട്ടെ. ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. 1 ദിവസം സംസാരിച്ചു, 2 ദിവസം സംസാരിച്ചു, 3 ദിവസം സംസാരിച്ചു. നമ്മൾ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പയറ് 5 നാഴി എന്ന് ഉത്തരം പറയും. നമ്മൾ ചോദിക്കുന്നതിന് യാതൊരു ഉത്തരവും ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ടേ ഇല്ല. ഞാൻ വെറുതെ, ഞങ്ങളൊക്കെ കാഴ്ചക്കാരാണ്, ഞാനും വൈജു ബ്രദറും ഞങ്ങളെല്ലാവരും വെറുതെ കാഴ്ചക്കാരാണ്. നമ്മുടെ ചേച്ചിമാർ, എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളത്, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കാൻ ബൈബിളിൽ ഇത്രയും വചനമുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ലേഡീസ് കൂട്ടായ്മയിൽ ചേച്ചിമാർ ഇങ്ങനെ, ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, 1, 2, 3, 4. ഞാൻ വായിച്ച് തീരുന്നില്ല. കർത്താവ് ഇത്രയും വചനം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഇതുപോലെ വചനങ്ങൾ ഇട്ട് കൊടുക്കുക, ആശയങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ആ ചേച്ചീനെ ഞാൻ സമ്മതിച്ചേ, കാരണം ഇവർ 10 പേര് ഒരുമിച്ച് നടിക്കുമ്പോഴും 10 പേരോട് മറുപടി പറയാൻ ചേച്ചി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം 2-3 ചോദ്യം ചോദിച്ചപ്പോൾ ചേച്ചി ലെഫ്റ്റായിപ്പോയി. ഞങ്ങൾ വീണ്ടും പിടിച്ച് ആഡ് ചെയ്തു. ചേച്ചി വീണ്ടും ലെഫ്റ്റായിപ്പോയി. വീണ്ടും ആഡ് ചെയ്തു. 3 പ്രാവശ്യം ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3ാമത്തെ പ്രാവശ്യം ടാറ്റ പറഞ്ഞു പോയി, ഇനി ആ വഴിക്ക് വരില്ല എന്നുള്ളത് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ യഹോവയുടെ സാക്ഷികളാണോ? ആണ്. കർത്താവിൻ്റെ സാക്ഷി തന്നെ നമ്മൾ, മാറ്റമൊന്നുമില്ല. പക്ഷെ അതെന്താണ് ആ കർത്താവിൻ്റെ സാക്ഷി എന്ന് പറയണമെങ്കിൽ ഇവിടെ കാണുന്ന യഹോവ സാക്ഷികളല്ല. അത് ഇവിടെ കാണുന്ന യേശുവിനെ അംഗീകരിക്കാത്ത യഹോവ സാക്ഷികളല്ല ഈ സാക്ഷി. അത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ. ഈ 2-3 കാര്യങ്ങൾ ഉണ്ടായാലേ നീ യഹോവയുടെ സാക്ഷിയാവത്തുള്ളൂ. എന്ത്? നിങ്ങൾ എന്നെ അറിഞ്ഞ് വിശ്വസിക്കണം. ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും എന്നെ അറിഞ്ഞ് വിശ്വസിക്കണം. ആ ദൈവത്തെ വെളിപ്പെടുത്തിയത് ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞ് വിശ്വസിക്കണം. യേശു ദൈവമാണെന്ന് വിശ്വസിച്ചാലേ അവനെ ആരാവുന്നുള്ളൂ? യഹോവയുടെ സാക്ഷിയാവത്തുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള യഹോവ സാക്ഷികളൊക്കെ ഫേക്കാണ്. അത് തന്നെ വളരെ ക്ലിയർ ആണ് ആ വചനത്തിൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. താഴോട്ട് വായിച്ചോ മോനെ. എന്നെ അറിഞ്ഞ് വിശ്വസിക്കുവാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കുവാനും ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ. വീണ്ടും വായിക്കുമ്പോൾ, എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല. ദൈവം വ്യക്തമായിട്ട് പറയാം, എടാ എനിക്ക് മുൻപ് ഒരു ദൈവമില്ല,
എനിക്ക് ശേഷവും മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. മറ്റൊരു ദൈവം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഈ ത്രിയേകം പറയുമ്പോൾ നമുക്കൊരു പ്രശ്നം വരിക. അപ്പോൾ പിതാവിന് ശേഷം പുത്രൻ, പുത്രന് ശേഷം പരിശുദ്ധാത്മാവ്, നടുക്കാണെങ്കിൽ പുത്രനിരിക്കുന്നു. അപ്പോൾ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് മുൻപൊരു ദൈവം, മുൻപോട്ട് നോക്കുമ്പോൾ എനിക്ക് ശേഷവും മറ്റൊരു ദൈവം. ദൈവം എന്താ പറഞ്ഞത്? എനിക്ക് മുൻപൊരു ദൈവമില്ല, എനിക്ക് ശേഷവും ഒരു ദൈവവും ഇല്ല, ഒറ്റ ദൈവമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരിക. അപ്പോൾ ട്രിനിറ്റി ശരിയാണോ? വീണ്ടും വായിച്ചോ, താഴോട്ട് വായിച്ചോ. ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അവിടെ വളരെ ശ്രദ്ധിച്ച്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല. ഒരൊറ്റ ആളാണ് രക്ഷകൻ, വേറൊരാള് രക്ഷകനായിട്ടില്ല എന്ന് പറയുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് വാട്സാപ്പിൽ, നമ്മൾ ആ ഡിബേറ്റ് നടന്ന അദ്ദേഹമാണ് എനിക്ക് വാട്സാപ്പിൽ തുടരെ ഇങ്ങനെ മറുപടി ഇട്ടുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഡിബേറ്റ് 2.25 മണിക്കൂർ നമ്മൾ സംസാരിച്ചു, 2 മണിക്കൂറും 45 മിനിറ്റ് സംസാരിച്ചു. പുള്ളിക്ക് മതിയായിട്ടില്ല. പുള്ളി എന്നെ ഇങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ വാട്സാപ്പിൽ എനിക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു മറുപടി അങ്ങോട്ട് കൊടുത്തിട്ടില്ല. ആൾക്ക് പറഞ്ഞതിൽ എവിടേക്കോ കുറവുണ്ടെന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ പിന്നെയും പറയുന്നത്, അല്ല അങ്ങനെയല്ലേ? ഞാൻ വന്നിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വീണ്ടും പറയും, എടാ സത്യത്തിൽ ഞാൻ പോലീസാടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കണ്ടോ എനിക്ക് ID കാർഡ് ഉണ്ട്, എടാ ഈ ഷൂ നോക്ക്, പോലീസിൻ്റെ ഷൂ ആണ്, വീണ്ടും വന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവനെ കണ്ടിട്ട് പോലീസാണെന്ന് നമുക്ക് തോന്നിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും സംശയിച്ച് നിൽക്കുമ്പോൾ അവനെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ കാര്യം വളരെ ആശയപരമായി ക്ലിയർ ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ പോയില്ല. അപ്പോൾ പുള്ളി തുടരെ വന്നപ്പോൾ പുള്ളി പറഞ്ഞൊരു ആശയമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മാതാവും പിതാവുമാണ് യേശുവിന് പേരിട്ടേക്കുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ യേശു മാതാവിൽ നിന്നാണ്. അല്ലെ പേരിടാൻ പറ്റുമോ? നമ്മുടെ മക്കൾക്ക് ആരാ പേരിട്ടെ? നമ്മളല്ലേ പേരിട്ടെ? നമ്മളിൽ നിന്ന് വന്നുകൊണ്ടല്ലേ പേരിട്ടെ? സത്യത്തിൽ യേശുവിൻ്റെ പേരിട്ടത് ആരാ? ആ പ്രവചനത്തിൽ തന്നെ പറയുകയാണ്, അവന് യേശു എന്ന് പേരിടണം. അപ്പൊ പേരിട്ടത് ആരാ? എടാ ദൈവം നേരെ പേരിട്ടിട്ട് ആ പേര് നിന്നോട് ഇടാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. സ്നാപയോഹന്നാന് പേരിട്ടത് ആരാ? ദൈവം പേരിടാൻ പറഞ്ഞു. അവരുടെ പൂർവിക പശ്ചാത്തലത്തിൽ ആർക്കും പേരില്ല. അവരൊരു പലകയെടുത്ത് സ്നാപയോഹന്നാൻ്റെ അപ്പൻ സക്രിയ എഴുതി കാണിച്ചു കൊടുത്തു. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ അപ്പനപ്പന്മാർക്കും ആർക്കും പേരില്ലല്ലോ, നീ വലിയ കാര്യമൊന്നും അന്വേഷിക്കണ്ട, അതങ്ങോട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വാ തുറന്നു. കാരണം എന്താ? അത് സ്വർഗമിട്ട പേരാ. അപ്പോൾ യേശുവിന് പേരിട്ടത് ആരാ? അപ്പോൾ യേശുവിൻ്റെ ശരീരം അടന്ന. അതായത് പുള്ളി പറഞ്ഞ് കറങ്ങി തിരിച്ച് പുള്ളി വെച്ചത് തന്നെ പുള്ളിക്ക് പാരയാണ്. ഞാനിതൊരു ക്ലാസ് ഇടണമെന്ന് വിചാരിച്ചു. പിന്നെ എന്തോരം നേരം നമ്മൾ ഓരോരുത്തരെ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് വിചാരിച്ച് ഞാൻ വിട്ട്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പേര് യേശു എന്ന് പേരിട്ടു. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യർ, നിയമാവർത്തനം, 5 പുസ്തകം കഴിഞ്ഞാൽ 6ാമത്തെ പുസ്തകം എന്താണ്? ജോഷുവ. ഇതാണ് വരുന്നത്. ഈ 5 പുസ്തകങ്ങൾ നമുക്കറിയാം കൽപ്പനകളും നിയമങ്ങളും കാര്യങ്ങളും, ഇസ്രായേലിന് വിടുതലും അവരുടെ 40 വർഷക്കാലത്തെ മരുഭൂമിവാസവും കഷ്ടതയും ദുരിതവും എല്ലാമാണ് കിടക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ കാനാൻ ദേശത്തേക്കുള്ളൊരു യാത്രയാണ് ആ കിടക്കുന്ന 5 പുസ്തകങ്ങൾ. അതിനുശേഷം കാനാൻ ദേശത്തേക്ക് ഇസ്രായേലിനെ പ്രവേശിപ്പിച്ചത് ആരാ? ജോഷുവയുടെ പേര് യഥാർത്ഥത്തിൽ ഹീബ്രുവിൽ വായിച്ചാൽ യഹോശുവ എന്ന് വായിക്കാം. യഹോശുവ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു. രക്ഷകനായ മിശിഹാ അല്ലെങ്കിൽ രക്ഷകനായ യേശു എന്നാണ് അർത്ഥം. രക്ഷകനായ യഹോവ, അതാണ് അതിന്റെ അർത്ഥം. ഇതേ പേര് തന്നെ ആർക്കിടാമെന്ന് പറഞ്ഞു? യേശു ക്രിസ്തുവിന് ഇടണമെന്ന് ആര് പറഞ്ഞു? ദൈവം തന്നെ പറഞ്ഞു. അവൻ എന്ത് പേരിടണം? യഹോശുവ എന്ന് അവന് പേരിടണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഇവിടെ നമ്മൾ വാക്യം വായിച്ചു, അതിന്റെ 11ാം വാക്യം, 43:11. ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. നിങ്ങൾ യേശു എന്ന് വിളിക്കുന്ന യഹോശുവ എന്ന നാമം യഹോവ രക്ഷിക്കുന്നു. രക്ഷകൻ നിങ്ങൾ അവനാണെങ്കിൽ ആ രക്ഷകൻ ഞാൻ തന്നെയാ, യാതൊരുവിധ മാറ്റവുമില്ല എന്ന് ദൈവം എവിടെ പ്രഖ്യാപിച്ചു? യെശയ്യാ പ്രവചനം 43ാം അധ്യായത്തിൽ തന്നെ അത് പ്രഖ്യാപിച്ചു. എനിക്ക് മുൻപും ഒരു ദൈവമില്ല, എനിക്ക് പിൻപും മറ്റൊരു ദൈവമില്ല, ഞങ്ങൾ ഒരുവൻ തന്നെയാണ് യഹോവ, ഞാൻ തന്നെയാണ് രക്ഷകൻ. യഹോശുവ എന്ന് വിളിക്കുന്ന വ്യക്തി ആരാണെന്ന് കർത്താവ് പറഞ്ഞേ? കർത്താവ് തന്നെയാണെന്ന് പറഞ്ഞു. നിങ്ങൾ വേറൊരിടത്തും പോയി അതിനെ നോക്കി പരിശോധിക്കേണ്ട, ആ കർത്താവ് തന്നെയാണത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. താഴോട്ടും വായിച്ചോ. അന്യദേവന്മാരല്ല, ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തത്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. ദൈവം പറയാം, ഈ അന്യദേവനൊന്നുമല്ല ഇത് പ്രഖ്യാപിച്ചേ, ഇത് വഴിയിൽ നിന്ന് കിട്ടിയ കാര്യമൊന്നുമല്ല, ദൈവം തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച്, പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും എന്ന് പറയുക. 13ാം വാക്യം വായിച്ചോ, പെട്ടെന്ന് വായിക്കോ. ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും, യാതൊരുവിധ
മാറ്റവുമില്ല. ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എന്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും കഴിയും. ഇത് ദൈവത്തിന്റെ രക്ഷാകരമായ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താനോ അതിനെ മാറ്റാനോ മറക്കാനോ ആർക്കും സാധിക്കത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു വെക്കുക. വീണ്ടും അടുത്ത അധ്യായത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോകുക. 44-ാം അധ്യായം യെശയ്യാ പ്രവചനം 44:6 മുതൽ നമുക്കൊന്ന് വായിക്കാം. 44:6 മുതൽ. ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു കാര്യം കൂടി നമ്മളവിടെ ശ്രദ്ധിച്ചു പോകാനുണ്ട്. നമ്മൾ ആ 43-ന്റെ ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ എന്നൊരു വാക്കുകൂടി നമ്മൾ വായിച്ചിരുന്നു അല്ലേ? ഞാൻ തെരഞ്ഞെടുത്ത ദാസൻ. ഈ ഒരു വാക്യത്തിലാണ് ശരിക്കും ഫിലിപ്പി ലേഖനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അതാണ് ദൈവം തെരഞ്ഞെടുത്ത ദാസൻ, രക്ഷകൻ എന്ന് പറയുന്നത്. അവിടെയാണ് യേശു ദാസന്റെ രൂപത്തിൽ വരുമ്പോഴാണ് യേശുവിന് വിശപ്പുള്ളത്, ദാഹമുള്ളത്, യേശുവിന് ഉറക്കമുള്ളത്. ഇങ്ങനെ മാനുഷികമായ എല്ലാ പ്രശ്നങ്ങളും ആ ദാസന്റെ രൂപത്തിലേക്ക്, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നിട്ട് അവൻ എന്ത് ചെയ്തു? ദാസന്റെ രൂപത്തിലേക്ക് മരണം ഏറ്റുവാങ്ങാനായി അവൻ താഴോട്ട് വന്നു എന്ന് പറയുന്ന ആ ഒരു ആശയമാണ്. ഓക്കെ, 44 വായിച്ചു. 44:6 വായിച്ചു. ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ഞാൻ പറഞ്ഞ യെശയ്യാ വാക്കുകളെ ഉപയോഗിച്ചിരിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരൊറ്റ വാക്യത്തിൽ തന്നെ 3 പ്രധാനപ്പെട്ട വിഷയമാണ് യെശയ്യാ അവിടെ വെച്ചിരിക്കുന്നത്. ഒന്നുകൂടി വായിച്ചോ വാക്യം. ഇസ്രായേലിന്റെ രാജാവ്, രക്ഷകനും, ഇസ്രായേലിന്റെ രക്ഷകൻ, സൈന്യങ്ങളുടെ നാഥൻ. 3 പ്രധാനപ്പെട്ട വിഷയമാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതും യെശയ്യാ തന്റെ പ്രവചനത്തിൽ തന്നെയാണ് ഈ കാര്യം എടുത്ത് പറയുന്നത്. നമുക്കറിയാം യേശുവിനെ കുറിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട പ്രവചനമാണ് യെശയ്യാ പ്രവചനം, അതിന്റെ 9-ാം അധ്യായം 6-ാം വാക്യം. അതൊന്ന് വായിക്കാം. യെശയ്യാ 9:6 നമുക്കൊന്ന് വായിക്കാം. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഒരു ശിശു, വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് പറയാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ ആരാണെന്ന് പറയുകയാണ്. നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായി. സർവ്വാധിപത്യവും അവന്റെ ചുമലിലാണ്. വിസ്മയനീയമായ ഉപദേഷ്ടാവ്. അവനൊരു ഉപദേഷ്ടാവാണ്. ശക്തനായ ദൈവമാണ് അവൻ. നിത്യനായ പിതാവാണ് അവൻ. സമാധാനത്തിന്റെ രാജാവും ആണവൻ. അപ്പൊ അവന്റെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു. അതേ വിശേഷണം തന്നെയല്ലേ നമ്മളിപ്പോ 44:6 പറഞ്ഞത്. അവൻ ഇസ്രായേലിന്റെ രാജാവാണ്, അവൻ ഇസ്രായേലിന്റെ രക്ഷകനാണ്, അവൻ സൈന്യങ്ങളുടെ നാഥനാണ്. ഇതേ കാര്യം തന്നെയല്ലേ 9:6 പറഞ്ഞിരിക്കുന്നത്. സകല സൈന്യങ്ങളുടെ നാഥൻ അവനാണ്, അവൻ രാജാവാണ്, അവൻ നിത്യനായ പിതാവാണ്, അവൻ രക്ഷകനുമാണ്, അവൻ ദൈവം. എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കണക്ട് ചെയ്ത കാര്യം തന്നെ അവിടെ പറയാം. എന്നാൽ അവൻ ഒരു ശിശുവായി ജനിക്കുകയും അത് പിതാവിന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. 44:7 വാക്യം മുതൽ ഒന്നുകൂടി വായിക്കാം. 6 മുതൽ ഒന്നുകൂടി വായിച്ചോ. 44:6 മുതൽ. ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. അപ്പൊ ഇതിനോട് കണക്ട് ചെയ്ത് നമ്മൾ 9:6 പോയി കഴിഞ്ഞാൽ, ജനിച്ചിരിക്കുന്ന പുത്രൻ ആദിയും അന്തവുമാണ്, അവൻ നിത്യനായ പിതാവാണ്, അവനും ആദിയും അന്തവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. ആ ശിശു എന്താണ്? ആദിയും അന്തവുമാണ്, ആദ്യവും അവസാനവുമാണ്, യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്ന് തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ആ 3 വിശേഷണങ്ങൾ 9:6 പറഞ്ഞിരിക്കുന്ന അതേ വിശേഷണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് യെശയ്യാ 44:6 പറഞ്ഞിരിക്കുന്നത്. അവൻ തന്നെയാണ് ഇവൻ, അവൻ ആദിയും അന്തവുമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എനിക്ക് സമനായ ആരുണ്ട്? 7-ാം വാക്യം മുതൽ വായിച്ചു. എനിക്ക് സമനായി ആരുണ്ട്? അവനത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര്? ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഈ ബൈബിളിന്റെ പഴയ നിയമ ട്രാൻസ്ലേഷൻ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് നടത്തി കഴിഞ്ഞപ്പോൾ, ഈ പഴയ നിയമ ട്രാൻസ്ലേഷൻ ബൈബിൾ നമ്മൾ ഓർഡർലി വായിച്ചു തുടങ്ങിയാൽ ഏതൊരു വ്യക്തിയും, അത് ഒരു മുസ്ലിം ആകട്ടെ, ഒരു ഹിന്ദു ആകട്ടെ, ലോകത്തെ ഏതൊരു വിശ്വാസമില്ലാത്ത നിരീശ്വരവാദി ആകട്ടെ, ഏതൊരു വ്യക്തിയും നോർമൽ രീതിയിൽ ഈ ബൈബിളിനെ വായിച്ചു തുടങ്ങിയാൽ, ഉൽപ്പത്തി തുടങ്ങി മലാക്കി പുസ്തകം വരെ വായിക്കുമ്പോൾ ഇവിടെയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഒരു അവൻ, ഏതോ ഒരു പേഴ്സണെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പഴയ നിയമത്തെ മുഴുവൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാഹ്മണനായിരുന്നു, ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. അപ്പം അദ്ദേഹം ഇത് വായിച്ച് കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിച്ചു വന്ന് പുള്ളിക്ക് വിശ്വാസമൊന്നുമില്ല. അദ്ദേഹം വായിക്കുന്നു, മനസ്സിലാക്കുന്നു, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതായത് ഇംഗ്ലീഷിൽ വായിച്ച് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ കൂടെ പ്രവർത്തിച്ചിരുന്നവരോട് ചോദിച്ചു, അല്ല ഇത് ആരത്? കുറേ നേരമായല്ലോ നമ്മൾ
നമ്മൾ തുടങ്ങിയപ്പോൾ തുടങ്ങി ഒടുക്കം വരെ ഒരുവൻ ഒരുവൻ ഒരുവൻ. നമ്മൾ സിനിമയൊക്കെ കാണുമല്ലോ അല്ലേ, സിനിമയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇൻട്രോ കുറേ കൊടുക്കും. മറ്റേ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ഇൻട്രോ കൊടുക്കും, ദാ കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കും, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഇൻട്രോ കൊടുക്കുന്നത് വരെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ത്രസിച്ചിരിക്കും, എവിടെ വരാത്തത് എന്തേ. ഉൽപ്പത്തി തുടങ്ങി മലാക്കി വരെ പുള്ളി വായിച്ചു നോക്കിയപ്പോൾ പുള്ളിക്ക് ഒരാളെ കാണാം, പക്ഷെ ഇതുവരെ നായകൻ വന്നിട്ടില്ല. പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുക, ആരാണ് നായകൻ. അതാണ് മത്തായി സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ ആ നായകനെ കുറിച്ചുള്ള വംശാവലി തുടങ്ങിയിട്ട് ആ കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അവൻ ആരാണ്, ഈ പഴയ നിയമത്തിൽ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് പറഞ്ഞവരെ സകല പാരമ്പര്യങ്ങളും ഈ പറഞ്ഞ അവൻ്റെ സകല കാര്യങ്ങളും പറഞ്ഞ് ആ വിശ്വാസവും അവനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും അതിൻ്റെ പൂർത്തീകരണങ്ങളും. മത്തായി എപ്പോഴും അങ്ങനെയാണ്. ഒരു വാക്യം എനിക്ക് തോന്നുന്നു 1-ാം അധ്യായത്തിൽ തന്നെ അനേക പ്രാവശ്യം ഇത് പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് പൂർത്തീകരണമാണ് പൂർത്തീകരണമാണെന്ന് പറഞ്ഞിട്ടാണ് മത്തായി തൻ്റെ സുവിശേഷം എഴുതി പോയിരിക്കുന്നത്. ആരെക്കുറിച്ചാണോ പഴയ നിയമം മുഴുവൻ പറഞ്ഞത് ആ വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പുതിയ നിയമത്തിലേക്ക് അവൻ കണക്ട് ചെയ്ത് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വന്നിരിക്കുന്നത്. ഇതാ ദൈവവചനം വ്യക്തമായിട്ട് പറയുകയാണ്, എനിക്ക് സമനായി ആരുണ്ട്, അവനത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചവൻ ആരാണ്? നിനക്കൊരു രക്ഷകൻ പിറക്കുമെന്നും വരുമെന്നും ഇത് പറഞ്ഞത് ആരാണ്? നിന്നോട് വെളിപ്പെടുത്തിയത് ആരാണ്? വേറെ വിജാതീയ ദൈവങ്ങളൊന്നല്ല, ഞാൻ തന്നെയാണ് പറഞ്ഞത് നിന്റെ രക്ഷകനെ കുറിച്ച്. അവൻ തന്നെയാണ് ഞാൻ, അവൻ തന്നെയാണ് നിനക്ക് രക്ഷകനായി ഭൂമിയിലുള്ളത് എന്ന് പഴയ നിയമത്തിൽ വീണ്ടും പറഞ്ഞു വെച്ചിരിക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. 45-ാം അധ്യായം 21 മുതൽ നമുക്ക് വായിക്കാം. 45-ന്റെ 21 മുതൽ. ഞാനിത് സത്യം പറഞ്ഞാൽ ഓരോ അധ്യായം മുഴുവൻ എടുത്ത് പോകണമെന്നുണ്ട്. അതായത് 41 മുതൽ 48 വരെ അധ്യായങ്ങൾ എടുത്ത് പോകുന്നുണ്ട്. എനിക്ക് ചിലപ്പോൾ ഒരു 5 മണിക്കൂർ വേണ്ടി വരും. നിങ്ങളെല്ലാവരും എന്നെ ശപിച്ച് പ്രാകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. 45-ന്റെ 21 മുതൽ വായിക്കാം. നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനായ ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞതാര്? കർത്താവായ ഞാൻ തന്നെയല്ലേ? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. എനിക്ക് തോന്നുന്നു ഒത്തിരി വ്യാഖ്യാനങ്ങൾ ഇനി വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച വിഷയങ്ങൾ തന്നെയാണ് ഇവിടെയും വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. രക്ഷകൻ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുൻപോ പിൻപോ ഒരുവനില്ല, ഞാൻ തന്നെയാണ് അവൻ, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്ന ഒരൊറ്റ ആളെ കുറിച്ചല്ലേ, ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ പറയുന്നത്. നിങ്ങളോട് ന്യായവാദം ഉന്നയിക്കുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമായ അങ്ങ് പണ്ട് മുതലുള്ള ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്ന പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് കർത്താവായ ഞാൻ തന്നെയല്ലേ? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായി ഒരു ദൈവവും രക്ഷകനും മറ്റാരുമില്ല. വീണ്ടും 46-ാം അധ്യായം 9-ാം വാക്യം. 46-ന്റെ 9. പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുവനില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ മറ്റാരുമില്ല. വായിച്ചോ. എന്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എന്റെ ഉപദേശം നിലനിൽക്കും, എന്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എന്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി. അതായത് ഞാൻ പെട്ടെന്നുള്ളൊരു ദിവസം വന്ന് ഒരു പുത്രൻ ജനിക്കും. അതായത് ആദ്യത്തെ ഇതൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പ്ലാൻ ബി എടുത്തേക്കാം എന്ന് കരുതി കർത്താവ് പ്ലാൻ ബി എടുത്തതാണോ ക്രിസ്തുവിനെ? അല്ല. കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് പറയാം, പഴയ കാര്യങ്ങൾ ഓർമ്മിക്കും, ഞാനാണ് ദൈവം, അവനെക്കുറിച്ച് ആദ്യം മുതൽ ഞാൻ പറയുന്നത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരു വ്യത്യാസവും ഇല്ല, ഞാൻ തന്നെയാണ് അവൻ, എന്നെ പോലെ മറ്റൊരു ദൈവമില്ല, എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റും എന്ന് പറഞ്ഞത് ആദ്യം മുതൽ ഞാൻ എൻ്റെ ഉദ്ദേശം എന്ത് ചെയ്തു? ഞാൻ വെളിപ്പെടുത്തി. ഉൽപ്പത്തി 3:15 മുതൽ രക്ഷകനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ തുടങ്ങി. ഉൽപ്പത്തി 49 വീണ്ടും വെളിപ്പെടുത്തി, വീണ്ടും സംഖ്യാപുസ്തകത്തിലുണ്ട് എന്ന് വേണ്ട എല്ലാ പുസ്തകങ്ങളിലും എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും ഞാൻ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക. 47-ാം അധ്യായം എടുക്കാം. അല്ല, 46-9 നമ്മൾ വായിച്ചത്. 46-9 വായിച്ചത്. ഓക്കെ, 46-9 വായിച്ചു. ഇനി 48-ലേക്ക് പോകാം. 47-ൽ ഒരു സംഭവം ഉണ്ട്, പക്ഷേ സമയക്കുറവ് പോലെ നമ്മൾ ജമ്പ് ചെയ്യാണ്. അപ്പോൾ 48-ന്റെ നമ്മൾ 1 മുതൽ 7 വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു നിർത്തിയേക്കുന്നതാണ്. 12 മുതൽ നമ്മളൊന്ന് വായിക്കുക. അതിനിടയിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ 12 മുതൽ നമ്മളത് വായിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്കുക, ഞാൻ അവനാണ്, ആദിയും അന്തവുമായവൻ. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ വിഷയം തന്നെ വീണ്ടും കർത്താവ് പറയുകയാണ്. യാക്കോബേ, അതായത് ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമിന്റെ 12 ഗോത്രത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യാക്കോബേ അല്ലെങ്കിൽ ആ ജനത്തെ,
പുതു ഇസ്രായേലിനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്, യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലെ, എൻ്റെ വാക്ക് കേൾക്കുക, ഞാൻ അവനാണ്. എടാ, ആരെങ്കിലും ഒന്ന് കയറി വന്നേ, ബേസിൽ പോരെ. പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറയാമെന്ന് വിചാരിച്ചതാ. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വലിയ സാമ്യമൊന്നുമില്ലല്ലോ അല്ലേ. ഒന്ന് ഇടുക്കിയുടെ പ്രൊഡക്റ്റും ഒന്ന് ഈ പാവപ്പെട്ട എറണാകുളത്തിൻ്റെ പ്രൊഡക്റ്റുമാണ്. ഞാൻ ഇവനാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇവന് എന്നോട് പറയാൻ പറ്റുമോ ഞാനാണ് ഇവൻ എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ രണ്ടുപേരാണല്ലേ. യാതൊരു വിധത്തിലും ഒരു രീതിയിലും അതിനെ സാമ്യപ്പെടുത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ പറയുന്ന ആശയങ്ങൾ ഒരുപക്ഷെ ഇവൻ പറഞ്ഞേക്കാം, ഞാനുമായി എന്തെങ്കിലും സാമ്യങ്ങൾ ഉണ്ടായേക്കാം. ഞങ്ങൾ തമ്മിൽ ഏകദേശ പൊക്കമുണ്ട്. എൻ്റെ അത്രയും സൗന്ദര്യം ഇല്ലെങ്കിലും കുറച്ച് വികൃതനാണെങ്കിലും കുഴപ്പമില്ലാത്ത സൗന്ദര്യമൊക്കെ അവനും ഉണ്ട് അല്ലേ. എൻ്റെ അത്രയും കളറൊന്നുമില്ല, എൻ്റെ അത്രയും ഗ്ലാമറൊന്നും കൊടുത്തിട്ടില്ല, പോട്ടെ, എന്നാലും അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സാമ്യങ്ങൾ പറയാം. പക്ഷെ ഞാനാണ് ഇവരെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എൻ്റെ മകനെ കൊണ്ടു നിർത്തിയിട്ട് എനിക്ക് പറയാൻ പറ്റുമോ ഞാനാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. യാതൊരു വിധത്തിലും ഇങ്ങനെ ഒരു കമ്പാരിസൺ പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞെന്താ? യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കുക, ഞാൻ അവനാണ്, ഞാൻ തന്നെയാണ് അവൻ, യാതൊരു വിധ വ്യത്യാസമില്ല, ഞാൻ അവനാണ് എന്ന് പറയുക. അപ്പം അവിടെ ഒരു ഞാനും ഉണ്ട് അവനും ഉണ്ട്. രണ്ടുപേരില്ലേ അവിടെ? ഒരാളാണോ? അല്ല. ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ബഹുത്വം നമുക്കവിടെ കാണാൻ പറ്റും. ഞാൻ അവനാണ്. അടുത്ത വായിച്ചോ. എന്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഞാനാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. ഞാൻ അവനാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാനാണ് ആ ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പൊ സൃഷ്ടാവ് ആരാണ്? ഞാനും അവനും സൃഷ്ടാവാ അല്ലേ? ഞാനും അവനും, ഞാനാണ് അവൻ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു എന്ന് പറയുമ്പോൾ ഞാനും അവനും ആരാണ്? സൃഷ്ടാവാണ്. കാരണം ഞാനും അവനും കൂടിയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. വീണ്ടും താഴോട്ട് വായിച്ചോ. എന്റെ വലത്ത് കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ തന്നെയാണ് സ്വർഗത്തെ സൃഷ്ടിച്ചതും. ഞാൻ വിളിക്കുമ്പോൾ അവ എന്റെ മുൻപിൽ, ഞാൻ വിളിക്കുമ്പോൾ ഭൂമിയിലും സ്വർഗത്തിലും ദൃശ്യവും അദൃശ്യവുമായ സകലതും എന്റെ മുൻപിൽ അണിനിരക്കും. കാരണം ഇതിന്റെ എല്ലാം അധിപൻ, ഇതിന്റെ എല്ലാം സൃഷ്ടാവ് ഞാൻ തന്നെയാണ്. നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ. അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിൽ. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ദൈവം പ്രസ്താവിച്ചു കഴിഞ്ഞു ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നുള്ളത്. ഞാൻ തന്നെയാണ് അവൻ എന്ന് പറയുമ്പോൾ സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം ഞാനും അവനും തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് പിതാവിനെയും പുത്രനെയും കാണാൻ പറ്റും. നമ്മൾ ഇത്രയും നേരം വന്നിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല അല്ലേ. കാര്യം പരിശുദ്ധാത്മാവിലാണ് ഈ പ്രവചനമെല്ലാം നടക്കുന്നത്. പക്ഷേ പിതാവിനെയും പുത്രനെയും നമുക്ക് ഞാൻ അവനാണെന്നൊക്കെ പറയുന്ന ഒരുപാട് വചനങ്ങൾ നമ്മൾ കണ്ടു. മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയും കേട്ടു. 16 വാക്യം ഒന്ന് വായിച്ചേ. 48:16 ഒന്ന് വായിച്ചേ. എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക, ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്. ഇപ്പൊ ഈ പറയുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ 41-ലും 2-ലും 3-ലും ഒക്കെ വായിച്ച വിഷയം ഇത് തന്നെയായിരുന്നു. ആദ്യം മുതൽ സംസാരിച്ച വിഷയം, അനാദി മുതൽ ഞാൻ പറഞ്ഞ വിഷയം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുകയാണ്. അതായത് 41 മുതൽ ഇങ്ങോട്ട് പറഞ്ഞ മുഴുവൻ വിഷയങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഇതാ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്. ഞാൻ ഒന്നും രഹസ്യമായി സംസാരിച്ചിട്ടില്ല, ഞാൻ പരസ്യമായിട്ടാണ് പഠിപ്പിക്കാറുള്ളൂ. ഞാൻ എന്തെങ്കിലും രഹസ്യമായി പഠിപ്പിക്കുന്നവനല്ല. ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? പരസ്യമായി പഠിപ്പിക്കും. ഇത് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആരാ? ന്യായാധിപന്മാരുടെ മുമ്പിൽ യേശുവിനെ കൊണ്ടു നിർത്തി, നിന്റെ പഠനം എന്താ, നീ എന്താ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ യേശു അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ, ഞാനൊന്നും രഹസ്യമായി പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി തന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ രഹസ്യമായി പഠിപ്പിക്കുന്നൊരു സ്വഭാവം എനിക്കില്ല എന്ന് പറഞ്ഞതാ. ഇത് തന്നെ അവിടെ ആര് പറയാണ്? ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ രഹസ്യമായി അല്ല സംസാരിച്ചത്. ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഇനി അടുത്ത വാക്യം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ദൈവമായ കർത്താവ്. ഓക്കെ, നമുക്ക് എത്ര പേഴ്സൺസ് ഉണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇപ്പോൾ ദൈവമായ കർത്താവ്. അപ്പൊ അതൊരു ഒരു വ്യക്തിയാണല്ലോ, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം നമുക്കവിടെ കാണാൻ പറ്റുമല്ലോ അല്ലെ. ദൈവമായ കർത്താവ് എന്നെയും. അപ്പൊ എത്ര ആളായി? ദൈവമായ കർത്താവ് അവിടെ നിൽക്കുക, പറയുന്ന ആള് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പൊ എത്ര പേരായി? ദൈവമായ കർത്താവ് എന്ന് പറയുക പിതാവായ ദൈവത്തെ. ഇനി സംസാരിക്കുന്ന പേഴ്സൺ എന്നെയും അവിടുത്തെ ആത്മാവിനെയും എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. ഇപ്പൊ പഴയ നിയമത്തിൽ ട്രിനിറ്റി ഉണ്ടോ? പിതാവിനെ കാണാൻ പറ്റുമോ? പുത്രനെ കാണാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുമോ? ഇവർ 3 പേരും കൊണ്ട് ഒരുമിച്ച് കാണാൻ പറ്റുമോ?
മൂന്ന് പേരെയും സെപ്പറേറ്റും കാണാൻ പറ്റും നമുക്ക്, അല്ലേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതും എന്നാൽ മൂന്ന് പേരും ഒരുമിച്ചായിട്ട് നിൽക്കുന്നതും നമുക്കവിടെ കാണാം. ഇത്രയും വാക്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ മൂന്ന് പേരും, ഒന്നും കൂടി ആ വാക്യം വായിച്ചോ. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. വളരെ ക്ലിയർ ആയിട്ട് നമുക്കവിടെ ട്രിനിറ്റിയെ മനസ്സിലാക്കാൻ സാധിക്കും. മൂന്ന് വ്യക്തിത്വത്തെയും എന്നാൽ ഒരു സത്തയെയും ഒരു ഏകത്വത്തെയും യാതൊരുവിധ വ്യത്യാസവുമില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഇതുവരെ നമ്മൾ യേശയ്യാ പ്രവചനത്തിൽ നിന്ന് വിട്ടുപിടിച്ചിട്ടില്ല. ഇത്രയും നേരം നമ്മൾ യേശയ്യ തന്നെ പോയത്. നമുക്കൊരു ലൂക്കാ സുവിശേഷം 3:22 വായിക്കാം. ജസ്റ്റ് ഒരു പുതിയ നിയമത്തിലോട്ട് നമുക്കൊന്ന് കടന്നു പോകാം. കാരണം നമുക്ക് പഴയ നിയമത്തിൽ തന്നെ നമുക്കത് ക്ലിയർ ആണ്, എങ്കിലും നമുക്കൊന്നും കൂടി ഒന്ന് ഡീപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ലൂക്ക 3:22. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ഇത് ആരുടെ മേൽ ഇറങ്ങി വന്നേ? യേശുവിന്റെ മേലെ ഇറങ്ങി വന്നു. അപ്പൊ യേശു അവിടെ ഉണ്ട്. ഇനി എങ്ങനെ ഇറങ്ങി വന്ന? പ്രാവിന്റെ രൂപത്തിൽ. എന്താ ഇറങ്ങി വന്നേ? പരിശുദ്ധാത്മാവ്. അപ്പൊ അവിടെ ആരുണ്ട്? പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട്. ഓക്കെ, അടുത്ത വാക്യം വായിച്ചോ. നീ എന്റെ പ്രിയപുത്രൻ, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ആരുണ്ട്? ഇതാരാ പറഞ്ഞ ഈ വാക്യം? നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ വാക്കുകൾ നമുക്കറിയാം, വളരെ ക്ലിയർ ആണ്, പിതാവിന്റെ വാക്കാണ്. യാതൊരു വിധത്തിലും നമുക്ക് മാറ്റമില്ല. കാരണം എൻ്റെ പുത്രൻ എന്ന് വിളിക്കാൻ അവകാശമുള്ള ആളാരാണ്? പിതാവ് തന്നെയാണ്. കാരണം പിതാവ് ആരെ പറയുന്നത്? നീ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ നമുക്കവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കാണാൻ പറ്റും. എന്നാൽ ഇവിടെ തന്നെ മറ്റൊരു പ്രശ്നം കൂടി അതിന് ഉദിക്കുന്നുണ്ട്. നമുക്കവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കാണാൻ പറ്റും. ഈ സ്വരം ആരുടെയാ? പിതാവിൻ്റെ സ്വരമാണ്. കാരണം പിതാവാണ് പറഞ്ഞത് നീ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുമ്പോൾ അത് പിതാവിൻ്റെ സ്വരമാണ്, പിതാവിൻ്റെ ശബ്ദമാണ്. അവിടെ പുത്രൻ താഴെ നിൽക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ നിൽക്കുന്നുമുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ, ഉറപ്പായല്ലോ? ദൈവവചനമാണ് പറഞ്ഞത്, ഞാനൊന്നും എൻ്റേതായിട്ടുള്ള ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ചോദ്യം, യേശു നുണ പറയോ? യേശു നുണ പറയത്തില്ല. കാരണം കർത്താവ് നുണയനല്ല. വളരെ വ്യക്തമായി ദൈവം അത് നുണ പറയില്ല എന്ന് നമ്മുടെ മുൻപിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 36-37 വാക്യങ്ങളൊന്നും എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 36-37 വാക്യം. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ വിഷയം, പശ്ചാത്തലം എന്താണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് പശ്ചാത്തലം, അല്ലേ? അതായത് എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തേണ്ട ആളാരാണ്? പിതാവ് തന്നെയാണെന്ന് യേശു പറയുകയാണ്. താഴോട്ട് വായിക്കാം. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. ഇപ്പൊ കർത്താവ് പറയുന്നത് പിതാവിന്റെ സ്വരം നിങ്ങൾ കേട്ടിട്ടില്ല, രൂപമൊട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ സ്നാന സമയത്ത് ആരുടെ ശബ്ദമാണ് നമ്മൾ കേട്ടേ? പിതാവാണല്ലോ പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്തായാലും പറഞ്ഞത് പിതാവായിരിക്കും. പക്ഷെ കേട്ട ശബ്ദം ആരുടെയാ? ആ വാക്യം ഒന്നുകൂടി വായിച്ചോ മോനെ. വിഷയം നമ്മൾ മനസ്സിലാക്കി. 5:37. എന്നാൽ വായിച്ചോ, 36 മുതൽ വായിച്ചോ. എന്നാൽ യോഹന്നാന്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. ഓക്കെ. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി, യോഹന്നാൻ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തി, അതിനേക്കാൾ വലിയൊരു സാക്ഷ്യം എനിക്കുണ്ട്. ആ സാക്ഷ്യം ഏതാന്ന് പറയാണ്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ. എന്നെ അയച്ചത് പിതാവാണ്. ആ പിതാവ് തന്നെയാണ് എന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യത്തിലല്ല, അതിനേക്കാൾ വലിയൊരു സാക്ഷ്യം എനിക്കുണ്ട്. അപ്പൊ ആ സാക്ഷ്യത്തെ കുറിച്ചാണ് പശ്ചാത്തലം പറയുന്നത്. എന്നിട്ട് ആ പശ്ചാത്തലം പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയാണ്, എന്നെ അയച്ച പിതാവ് തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് ആരാണ്? പിതാവ് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ആര്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞത് പിതാവാണ് എന്ന് പറഞ്ഞിട്ട് യേശു പറയുക, എന്നാലും നിങ്ങൾ അവിടുത്തെ ശബ്ദവും കേട്ടിട്ടില്ല, രൂപവും കണ്ടിട്ടില്ല. എന്നെ സാക്ഷ്യപ്പെടുത്തിയത് പിതാവാ, ഞാൻ താഴെ മിണ്ടാതിരിക്കുകയായിരുന്നു, പക്ഷെ നിങ്ങൾ കേട്ട ശബ്ദം എൻ്റെ തന്നെയാ, നിങ്ങൾ കണ്ട രൂപം എൻ്റെ തന്നെയാ. ഫിലിപ്പോസ് ചോദിച്ചു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ. കർത്താവ് പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കേൾക്കുന്നവൻ പിതാവിനെ കേൾക്കുന്നു. കാരണം ഞാൻ സ്വയമേ ഒന്നും പറയുന്നില്ല, എൻ്റെ പിതാവ് എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും നിങ്ങൾക്ക് പറയുകയും ചെയ്യുന്നു. കാരണം ഞാനും പിതാവും ഒന്ന് തന്നെയാ, യാതൊരുവിധ വ്യത്യാസവുമില്ല. ഞാനാണ് അവൻ എന്ന്
പഴയ നിയമത്തിൽ മുഴുവൻ ഉടനീളം പറഞ്ഞു വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ലേ? നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലേ? അവൻ്റെ ശബ്ദവും ഞാൻ തന്നെയാ. അപ്പം ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നത് എവിടുന്നാ? എൻ്റെ തൊണ്ടയാണ് പൊട്ടുന്നത്, എങ്കിലും എന്നെ സഹായിക്കുന്ന ഈ മൈക്കിലൂടെ, അവിടെ ഇരിക്കുന്ന മിക്സറിലൂടെ, അവിടെ ഇരിക്കുന്ന DB-യിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. ഈ ശബ്ദം എൻ്റെ തന്നെയല്ലേ? അതിനുവേണ്ടി ഇലക്ട്രോണിക് ഐറ്റം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ശബ്ദം ആരുടെയാ? എൻ്റെ ശബ്ദം തന്നെയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ കർത്താവ് പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുമ്പോഴും നിങ്ങൾ കേൾക്കുന്ന ശബ്ദവും എൻ്റെ തന്നെയാണ്. നിങ്ങൾ അവൻ്റെ ശബ്ദം കേട്ടിട്ടില്ല, അവനെ ഒട്ട് നിങ്ങൾ കണ്ടിട്ടുമില്ല. എന്നെ കാണുമ്പോൾ നിങ്ങൾ അവനെ കാണുന്നു, എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ അവനെ കേൾക്കുന്നു, എന്നെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അവനെ വിശ്വസിക്കുന്നു, എന്നെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അവനെ സ്വീകരിക്കുന്നു. കാരണം എന്നെ അയച്ചവനെ സ്വീകരിക്കുമ്പോഴാണ് നിത്യജീവൻ വരുന്നത്. അപ്പം ഞാൻ പറയാ, എനിക്ക് യേശുവിലാണ് വിശ്വാസം. ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആരെ വിശ്വസിക്കുന്നു? പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വിശ്വസിക്കുന്നു. ത്രിയേക ദൈവത്തെ ഞാൻ അപ്പോൾ തന്നെ വിശ്വസിക്കുക. അവിടെ യാതൊരുവിധ മാറ്റവുമില്ല. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ട്രിനിറ്റിയെ ഞാൻ ബിലീവ് ചെയ്യുന്നു. എൻ്റെ നിത്യജീവൻ്റെ ആധാരത്തെ ഞാൻ അവിടെ അടിസ്ഥാനപ്പെടുത്തി അതിനെ ഉറപ്പിക്കുക. നമ്മളവിടെ തിരിച്ചു തിരിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം യേശു ഉള്ളിടത്ത് പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. കാരണം അവർ ഏകനാ, ഞാനാണ് അവനെന്ന് നമ്മളിപ്പോൾ എത്ര വാക്യം വായിച്ചു? ഇത്രയും വാക്യത്തിൽ വളരെ ക്ലിയറാണ്. എന്നാൽ അവർ 3 പേരായിട്ട് നമുക്ക് കാണാനും പറ്റും. പിതാവിനെ കാണാം, പുത്രനെ കാണാം, പരിശുദ്ധാത്മാവിനെ കാണാം. നമ്മളതിനെക്കുറിച്ച് വേറെ കുറേ എങ്ങനെയാണ് അവർ 3 പേരായിട്ടിരിക്കുന്നതിനെ കുറിച്ച് ഒത്തിരി ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാതെ, നിങ്ങൾ തന്നെ കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കർത്താവ് നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. യേശു തന്നെ അതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ അവൻ എന്ന് പറഞ്ഞത് മുഴുവൻ ആരാണ്? ഞാൻ തന്നെയാണ് എന്ന് പറയുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8:24. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നമ്മൾ പഴയ നിയമത്തിൽ മുഴുവൻ വായിച്ചപ്പോൾ ഞാൻ അവനാണ് എന്ന് പറഞ്ഞു. ഞാൻ അവനാണെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവായ ദൈവത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ? ഞാൻ അവനാണ്, വരാനിരിക്കുന്നവൻ ഞാനാണ്, ഇതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ പുത്രനായ യേശു ഭൂമിയിലേക്ക് വന്നു നിൽക്കുമ്പോൾ യേശു പറയാണ് ഞാൻ തന്നെ എന്ന്. അതായത് പിതാവ് ആദി മുതൽ പ്രസ്താവിച്ച, അനാദി മുതൽ പറഞ്ഞ ഒരുവനെ കുറിച്ച് പറഞ്ഞത് ആ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നിനക്ക് നിത്യജീവൻ ഉണ്ടാകത്തില്ല, നീ മരിക്കൂന്ന്. ഞാൻ തന്നെ എന്ന് നീ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അവൻ പറഞ്ഞ, പിതാവ് പറഞ്ഞ, ഞാൻ അവനാണെന്ന് പറഞ്ഞ ആ ഞാൻ തന്നെ എന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും, നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അതിന് 28-ാം വാക്യം വായിച്ചു. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പം എല്ലാം ക്ലിയറായി, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ എല്ലാം ക്ലിയറായി. യേശു പഠിപ്പിച്ചത് പിതാവിൽ നിന്ന് കേട്ടതാണ്, യേശു പ്രവർത്തിച്ചത് പിതാവ് പറഞ്ഞതാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് യേശു മുഴുവൻ ചെയ്തത്. അതാ പറയുന്നത്, അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ, കാരുവലിയിൽ അവൻ്റെ ക്രൂശ് മരണം നടന്നു കഴിയുമ്പോൾ ഞാൻ തന്നെയെന്ന് ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യേകത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. കാരണം അത് കണ്ടുകൊണ്ടുന്ന ഒരു വിജാതീയനായ ശതാധിപന് പോലും അവിശ്വാസം വന്നു. ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഇവൻ ദൈവമാ. യേശു ക്രിസ്തുവിൻ്റെ നാമം ഏറ്റു പറയാത്ത, അറിയാത്ത ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ? ഉണ്ടോ? യേശുവിനെ ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാത്ത വളരെ അപൂർവമായിട്ട് ആളുകളെ ഉണ്ടാവത്തുള്ളൂ. ഇനി ആമസോൺ കാർഡുകളിൽ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല, നമുക്ക് എന്തായാലും പരിശോധിച്ച് നോക്കാം. ഉണ്ടെങ്കിൽ എന്തായാലും യേശു ക്രിസ്തുവിനെ അറിയാത്തവരായി ഇന്നൊരു മനുഷ്യനുമില്ല. സകല ലോകവും ഇന്ന് ക്രിസ്തുവിനെ അറിയാം. പക്ഷെ ക്രിസ്തുവിനെ ദൈവമായി അവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ചിലർ പറയും യേശു വെറും ഒരു പ്രവാചകൻ മാത്രമാണ്, യേശു മാലാഖയാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, യേശു വെറും ഒരു മനുഷ്യനാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള ആളുകളുണ്ട്. പല രീതിയിൽ ഇതിനെ ബൈബിളിനെ ചിന്തിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ യേശുവിനെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇല്ല എന്നല്ല, എങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി അറിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളേ? ദൈവം നമ്മളിൽ അത് നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ മറ്റേ പുതപ്പിൻ്റെ അടിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പലരും അറിയാത്തപ്പോഴും. നമ്മളാണത് പ്രഖ്യാപിക്കുകയും
ദൈവത്തിൻ്റെ ആ സുവിശേഷത്തെക്കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒന്ന് സ്തുതിച്ചേ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇവിടെ എല്ലാം പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് കാണിക്കുകയും യെശയ്യാ പ്രവചനം 41 മുതൽ 48 വരെ അധ്യായങ്ങളിൽ വളരെ ക്ലിയറായി അതൊരു പർട്ടിക്കുലർ പേഴ്സണെ, ഞാൻ തന്നെ അവൻ, അല്ലെങ്കിൽ ഞാൻ അവനാകുന്നു എന്ന് പറഞ്ഞ ആ വ്യക്തിയെ കാണുകയും ഇതാ യേശു തന്നെ ഞാനാണ് അവനെന്ന് പറയുകയും, എൻ്റെ ശബ്ദം തന്നെയാണ് നിങ്ങൾ പിതാവിൻ്റെതായി കേൾക്കുന്നതും, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുകയും ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദൈവം തൻ്റെ ആ ത്രിത്വത്തെ കൃത്യമായിട്ട് വെളിപ്പെടുത്തി. ഞാൻ ബൈബിൾ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഞാൻ പുറത്തിട്ട് പോയിട്ടുണ്ടോ? ബൈബിളിൻ്റെ വാക്യമല്ലാതെ ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ചരിത്രം വല്ലതും ഉപയോഗിച്ചോ? പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു പുസ്തകം ഉപയോഗിച്ചോ? ഇപ്പോൾ ബൈബിൾ വെച്ച് ട്രിനിറ്റിയെ തെളിയിക്കാൻ പറ്റുമോ? ട്രിനിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അതെങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പിതാവ് എങ്ങനെ, പുത്രൻ എങ്ങനെ, പരിശുദ്ധാത്മാവ് എങ്ങനെ, അതിൻ്റെ വ്യക്തിത്വങ്ങൾ എങ്ങനെ, ഏതൊക്കെ പ്രവൃത്തി എന്നുള്ളത് ഇതിനകത്ത് ക്ലിയർ അല്ലേ? അവരേകമാണെന്നുള്ളത് ക്ലിയർ അല്ലേ? അപ്പോൾ ഈ വിശുദ്ധ ബൈബിൾ നമ്മൾ കൊണ്ടു നടക്കുന്നത് വെറുതെയാണോ? ഞാൻ ക്രിസ്ത്യാനി എന്ന അഭിമാനത്തിൽ പറയുന്നത് വെറുതെയാണോ? ഞാൻ വിശ്വാസി എന്ന അഭിമാനത്തിൽ പറയുന്നത് ആരെങ്കിലും പറഞ്ഞു കേട്ട് എൻ്റെ പാരമ്പര്യത്തിൽ എൻ്റെ അപ്പനപ്പന്മാർ കൊണ്ടുവന്ന സാധനത്തിൽ നിന്നാണോ? അല്ല, എൻ്റെ പാരമ്പര്യം വിശ്വാസ പാരമ്പര്യമാണ്, അല്ലാതെ പരമ്പരാഗതമായ വിശ്വാസമല്ല എൻ്റെ ഉള്ളിലുള്ളത്. നമുക്കത് ധൈര്യമായിട്ട് എവിടെയും പറയാം. കാരണം അത് തെളിയിച്ചത് അപ്പസ്തോലന്മാരാണ്. അത് വെളിപ്പെടുത്തി തന്നത് പഴയ പ്രവാചകന്മാരിലൂടെയും പൂർണ്ണ വെളിപ്പാട് ക്രിസ്തുവിലൂടെയും നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മറ്റൊന്നിൻ്റെയും നമുക്ക് പിന്നാലെ പോകേണ്ട. നമുക്ക് ധൈര്യമായി പറയാം കർത്താവ് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മൾ സൈന്യങ്ങളുടെ യഹോവ എന്നൊരു വിഷയം നമ്മളവിടെ തുടക്കം വെച്ചിട്ടുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം, വെളിപ്പാട് 19:14 ഒന്ന് വായിക്കാം. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രം അണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. ഈ 19:11 മുതൽ താഴോട്ട് വായിച്ചാൽ നമുക്കറിയാം, സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. വെള്ളക്കുതിരയുടെ പുറത്തൊരുവനിരിക്കുന്നു, വിശ്വസ്തനും സത്യവാനും എന്ന് വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിളിക്കപ്പെടുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? അവൻ്റെ ശിരസിൽ കിരീടം, രക്തം കൊണ്ടുള്ള മേലങ്കി അവൻ ധരിച്ചിരുന്നു. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ വെള്ളക്കുതിരയുടെ പുറത്ത് അവനെ അനുഗമിച്ചു. അപ്പൊ സൈന്യങ്ങളുടെ യഹോവ ആരാണ്? സൈന്യങ്ങളുടെ കർത്താവ് ആരാണ്? യേശു വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവോടെ പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവ ഞാൻ തന്നെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. ആ ദൈവം തന്നെയാണ് സൈന്യങ്ങളുടെ ദൈവം, ആ ദൈവം തന്നെയാണ് സൈന്യങ്ങളുടെ യഹോവ എന്ന് വ്യക്തമായിട്ട് അവിടെ കർത്താവ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താം. ഇനിയുമുണ്ട്, എത്ര വചനം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വെക്കാം. നമ്മളൊരു സൈഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനിയും ഒരു ആയിരക്കണക്കിന് വചനങ്ങൾ ഇതിൻ്റെ കൂടെയുണ്ട്. എത്ര വചനം വേണമെങ്കിലും വെച്ച് നമുക്ക് ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഏകദേശം മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊന്ന് എഴുന്നേറ്റേക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. യേശു ഒരു വലിയൊരു പ്രസ്താവന അവിടെ വയ്ക്കുക. അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവചന പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പ്രവചന പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ നിയമത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇത് യേശു പറഞ്ഞ വാക്കാണ്. യേശു തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. പഴയ നിയമ പ്രവചനങ്ങളിലൂടെ പിതാവായ ദൈവത്താൽ എന്ത് ചെയ്യും? സകലരും പഠിപ്പിക്കപ്പെടും. ഇത് ശരിക്കും പറഞ്ഞാൽ ജെറമ്യ പ്രവചനം 31-ലും അതുപോലെ ഹെബ്രായ ലേഖനത്തിലും പറയുന്നുണ്ട്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആര് വസിക്കുക? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുക. ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്നത് ആരാ? നമ്മുടെ ടീച്ചർ ആരാണ്? ഹോളി സ്പിരിറ്റ് നമ്മളെ പഠിപ്പിക്കുക. മറ്റൊരുവൻ പഠിപ്പിച്ചില്ലെങ്കിലും ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കും എന്ന് പറയുക. എന്നാൽ യേശു അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും എന്ന് പറയുമ്പോൾ തന്നെ ആ 45-ാം വാക്യം ഒന്നുകൂടി വായിച്ചോ മോനെ. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രവാചക ഗ്രന്ഥങ്ങളിൽ അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു.
പിതാവിൽ നിന്ന് ശ്രവിക്കുകയും ആ പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. നിങ്ങൾ പിതാവിൽ നിന്ന് പഠിക്കുകയും ശ്രവിക്കുകയും ചെയ്ത സകലരും ആരുടെ അടുത്ത് വരും? ആരുടെ അടുത്ത് വരും? യേശുവിൻ്റെ അടുത്ത് വരും. നീ പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കിയാലും പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കിയാലും എവിടെ നിന്ന് പഠിച്ചാലും നീ ആരുടെ അടുത്ത് വരണം? യേശുവിൻ്റെ അടുത്ത് വരണം. എന്നാലേ നിന്റെ വ്യക്തത വരത്തുള്ളൂ. എന്താണ് ദൈവം, ആരെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് യേശുവിൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇത് പറഞ്ഞ യേശു തന്നെയാണ്. പിതാവിനാൽ പഠിപ്പിക്കപ്പെടും, എന്നാൽ ആ പിതാവിനാൽ പഠിപ്പിക്കപ്പെടുന്നവരും എൻ്റെ അടുത്ത് വരണം. എന്നാലേ നീ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ, എന്നാലേ നീ ഗ്രഹിക്കത്തുള്ളൂ. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ പറയുന്നത് ശ്രവിക്കുകയും അത് അനുസരിക്കുകയും ചെയ്താൽ ഞാനും പിതാവും വന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കും. എന്നാൽ നമ്മൾ പിതാവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പിതാവിനെ കാണാൻ പറ്റത്തില്ല എന്ന് വചനം പറയുന്നുണ്ട്. കാരണം അവൻ പ്രകാശത്തിൽ വസിക്കുന്നു. പക്ഷെ ആ പിതാവിനെ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ പിതാവും പുത്രനും വന്ന് നമ്മുടെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും, എൻ്റെ യോഗ്യതയാലാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്? എത്ര പേർക്ക് പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. എനിക്ക് എന്തായാലും ധൈര്യമായിട്ട് പറയാം, 13 വർഷം മുൻപ് ഒരു വലിയ പാപിയായിരുന്ന, ഒരു മദ്യപാനിയായിരുന്ന, ലോകത്തിൻ്റെ മുൻപിൽ തിന്മ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, യാതൊരു യോഗ്യതയുമില്ലാത്ത എൻ്റെ ഉള്ളിലേക്ക് ദൈവവചനം കടന്നു വന്ന നിമിഷം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റി. അത് എൻ്റെ യോഗ്യതയിലല്ല, എൻ്റെ കഴിവിലല്ല. ഞാൻ ഇതുവരെ നിങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും പൊരുളുകൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവിലല്ല, എൻ്റെ ഉള്ളിൽ എന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിലാണ്. എനിക്കൊരിക്കലും അഭിമാനിക്കാൻ പറ്റത്തില്ല എൻ്റെ പഠനമാണെന്നോ എൻ്റെ കഴിവാണെന്നോ എൻ്റെ ശ്രേഷ്ഠതയാണെന്നോ പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം പറയുക, പിതാവിനാൽ പഠിപ്പിക്കപ്പെടും. അങ്ങനെ പഠിപ്പിക്കപ്പെട്ടവനും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ക്രിസ്തുവിൻ്റെ മുൻപിൽ വരണം. അപ്പോഴേ നീ കാര്യങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. അവൻ ദാസന്റെ രൂപം സ്വീകരിച്ചതേ അതിനാ. അവന് ദൈവത്തിന്റെ സമാനത നിലനിർത്തി അവിടെ ഇരിക്കാമായിരുന്നു. പക്ഷേ നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടാ, പാപിയും തിന്മ ചെയ്യുന്നവനും ബലഹീനനും ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത പ്രതികൂലങ്ങളിൽ നിൽക്കുന്നവനുമാണെന്ന് ദൈവം കണ്ടതുകൊണ്ടാ അവൻ ദാസന്റെ രൂപം സ്വീകരിച്ച് താഴോട്ടിറങ്ങി വന്നത്. നമ്മളെ വിളിക്കാൻ, നമ്മളെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനാണ് അവൻ ചെയ്തത്. നമുക്ക് എത്ര പേർക്ക് ഈ ഒരു സ്നേഹം തിരിച്ചറിയാൻ പറ്റും? നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും? ഇത് മനസ്സിലാക്കിയാലേ ഞാൻ ദൈവത്തെ അറിയുന്നുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞാലേ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അറിയുന്നുള്ളൂ. അല്ലെങ്കിൽ നീ ദൈവത്തെ കൂലിക്കാരനാക്കുക, നിന്റെ ആവശ്യം നടക്കാൻ ഒരു കൂലിക്കാരനാക്കുക നീ ദൈവത്തെ. യഥാർത്ഥത്തിൽ നിന്നെ വിശുദ്ധിയിലേക്ക് മാറ്റുവാൻ ആ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം, ആ സർവശക്തനായ ദൈവം നിന്നെ വിശുദ്ധീകരിക്കാൻ അവൻ്റെ സർവ്വ മഹിമയും മറന്ന് അവൻ്റെ സർവ്വ മഹത്വവും മാറ്റി അവൻ താഴേക്ക് ഇറങ്ങി, മഹത്വത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മുടെ ശരീരത്തിനുള്ളിൽ വന്ന് വസിക്കുന്നവനാ ദൈവം. ഒന്ന് കണ്ണുകൾ അടച്ചേ, പൂർണ്ണമായി നമ്മുടെ കണ്ണുകളൊക്കെ നടച്ചേ. കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, ഞാൻ വിശുദ്ധിയില്ലാത്തവനാ, ഞാൻ പാപിയായ മനുഷ്യനാ, ഞാൻ ജഡശരീരമാ, ഞാൻ തിന്മ നിറഞ്ഞവനാ, ഞാൻ ലോകത്തിന്റെ വ്യക്തിയാ, ലോകത്തിന്റെ പാപം നിറഞ്ഞവനാ. സകലവിധ തിന്മകളും പാപവും നിറഞ്ഞ എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് എന്നെ വിശുദ്ധനാക്കാൻ കടന്നു വന്നൊരു ദൈവമുണ്ട്. കർത്താവ്, അത് എൻ്റെ യോഗ്യതയാലല്ല, എൻ്റെ ദൈവത്തിൻ്റെ പരമയോഗ്യതയാൽ ഇന്ന് അവിടുന്ന് എന്നെ വിശുദ്ധീകരിച്ചിരിക്കുക. കർത്താവിന് മുമ്പിൽ ഒന്ന് മനസ്സ് തുറഞ്ഞൊന്ന്, ഹൃദയം തുറന്ന് പറഞ്ഞേ, കർത്താവേ, ഇത്ര ശ്രേഷ്ഠമായ മഹത്വം, ഇത്ര വിശുദ്ധിയുള്ള മഹത്വം എൻ്റെ ഉള്ളിൽ വരുവാൻ നീ ചെയ്ത നന്മയെ ഞാൻ ഓർക്കുക. കർത്താവേ, എനിക്ക് എന്ത് യോഗ്യതയാപ്പാ ഉള്ളേ? ഒന്നുമില്ലാത്ത പാപിയും ബലഹീനനുമായ എന്നെ വിശുദ്ധീകരിക്കാൻ അവർ ഇറങ്ങി വന്നല്ലോപ്പാ. നിന്റെ മുൻപിൽ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ദൈവമേ, ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിന്റെ സ്നേഹത്തെ ഞാൻ അനുഭവിക്കുക, നിന്റെ കരുതലിനെ ഞാൻ അനുഭവിക്കുക, നിന്റെ വിശുദ്ധിയെ ഞാൻ അനുഭവിക്കുക, നിന്റെ മഹത്വത്തെ ഞാൻ കാണുക, നിന്റെ ദൈവ മഹത്വത്തെ ഞാൻ ദർശിക്കുക, ആ സ്നേഹത്തെ ഞാൻ അനുഭവിക്കുക. യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.